الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ വേദിയിൽ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിച്ച ഏതാനും വാക്കുകൾ കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കുക കൂടി ചെയ്ത ഉസ്താദ് ആവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ, ഈ മഹത്തായ ചടങ്ങ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വാസംഘത്തിന്റെ ചെയർമാൻ കൂടിയായ കെ മുഹമ്മദ് ബാക്കവി, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യ സഹപ്രവർത്തകൻ ഒ പി അഷ്റഫ്, ഈ മഹത്തായ വേദിയിൽ അഭിസംബോധന ചെയ്യാനിരിക്കുന്ന അഭിനന്ദനായ സഹപ്രവർത്തകൻ കുഞ്ഞാലൻകുട്ടി ഫൈസി, വേദിയിലുള്ള ബഹുമാന്യരായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെയും സുന്നി യുവജന സംഘത്തിന്റെയും ഒക്കെ കർമ്മോത്സുകരായ നേതാക്കൾ റഷീദ് ഫൈസി വള്ളായിക്കോട്, അയ്യൂബ് കുളിമാർ, ടി പി സുബൈർ മാഷ്, നൂറുദ്ദീൻ ഫൈസി, അറബി സലാം, ഷുക്കൂർ മാഷ്, കെ എം എ റഹ്മാൻ, അഭിനന്ദരായ മുറാക്കൽ ചിറ്റടി, അഹമ്മദ്കുട്ടി ഹാജി, എൻ പി അഹമ്മദ് സാഹിബ്, സീസ് പുള്ളാവൂർ, കോയ മുസ്ലിയാർ തുടങ്ങി നമ്മെ ഈ മഹത്തായ ചടങ്ങിനെ ധന്യമാക്കുന്ന അഭിനന്ദരായ അഖ്ലുസ്സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പണ്ഡിത നേതാക്കൾ, ഉമറാക്കൾ ഈ അനുഗ്രഹീത സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ള മേഖലയിലെ പ്രതിഭാസമ്പന്നരായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, ഈ സദസ്സിൽ ഒത്തുകൂടിയ പ്രാസ്ഥാനിക ബന്ധുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള ചിട്ടയാർന്ന ഒരു റാലിയും അതിന്റെ അനുബന്ധമായി ഒരു പൊതുസമ്മേളനവും വളരെ മനോഹരമായി ഇവിടെ നിർവഹിക്കാൻ മുന്നോട്ട് വന്ന മേഖലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൽക്കർമ്മം നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അർഹതപ്പെട്ട പ്രതിഫലം നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി തേടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു വിപുലമായ മഹാസമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ചവർക്കും ഇതിനു വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ പ്രക്രിയക്കൊപ്പം നിന്ന് നല്ലവരായ ദീനീ സേവകർക്കും അർഹമുറാഹിമായ തമ്പുരാൻ രണ്ടു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ വ്യക്തമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഹൃതങ്ങളുടെ സമുദ്ധാരണത്തിന് എന്ന ഈ സംഘടനാ പ്രമേയത്തിലൂടെ സമൂഹത്തിന് നമ്മൾ നൽകുന്ന സന്ദേശം, നമ്മുടെ തലമുറയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലാത്തതും നമുക്ക് സഹിക്കാൻ കഴിയാത്തതുമായ ദുരാചാരങ്ങളും ദുരന്തങ്ങളും കുടുംബ തകർച്ചയും അതുപോലെ തന്നെ സാമൂഹ്യ ദുരന്തങ്ങളും ഒക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത്തരമൊരവസ്ഥയിൽ നിന്നും ഈ സമൂഹത്തെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്ബോധനം നിർവഹിക്കുക എന്നതാണ്. ഈ ധർമ്മം നിർവഹിക്കുന്നിടത്ത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ വളരെ വ്യവസ്ഥാപിതമായി ഓരോ മേഖലകളിൽ വളരെ സംഘബോധത്തോടുകൂടി തന്നെ ജനബോധവൽക്കരണ പ്രക്രിയ നേരിട്ട് എടുത്തിരിക്കുകയാണ്. കേരളക്കരയിലെ സമൂഹത്തിന് മധ്യേ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പ്രാധാന്യമുള്ള മുദ്രാവാക്യങ്ങളുമായി അവരെ സമീപിച്ചുകൊണ്ട് ജനബോധവൽക്കരണ പ്രക്രിയക്ക് കാലാകാലങ്ങളിൽ നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. അതിന്റെ പ്രയാണവീതിയിൽ വളരെ വലിയ ഒരു ചലനമുണ്ടാക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഇപ്പോഴത്തെ നമ്മുടെ കാലിക സമൂഹത്തിൽ പത്രദ്വാര അതുപോലെ മറ്റ് മീഡിയകളിലൂടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയത്തിൽ നമ്മുടേതായ ഭാഗത്തെ നിർണയിച്ചുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തോട് സംവദിക്കാൻ മുന്നോട്ട് വന്നത് ഈ വിഷയവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ പ്രസക്തിയുണ്ട്. ഏത് മുദ്രാവാക്യം മുന്നിൽ വെക്കുമ്പോഴും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ മുദ്രാവാക്യത്തിന് കാലിക പ്രസക്തി ഉണ്ട് എന്ന്. എന്നാൽ ഈ മുദ്രാവാക്യത്തെക്കുറിച്ച് നിങ്ങൾ നോക്കൂ, ഓരോ സംഘടനകളും തനത് കാലഘട്ടത്തിലെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനാണ് ഇത്തരം ക്യാമ്പയിനുകൾ ആചരിക്കുന്നതും അത്തരം മുദ്രാവാക്യങ്ങൾ സമൂഹ മധ്യേ കൊണ്ടുവരുന്നത്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാ വിഭാഗം ആളുകളും ജാതി മതഭേദമന്യേ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്
സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ വൃത്തികേടുകളെ ചെറുക്കാൻ എന്തു ചെയ്യണം എന്നത്. അത്തരമൊരു ചിന്ത ധാർമ്മിക ബോധമുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മനോമുഖരത്തിലും ഉണ്ടായിരിക്കുന്നത് തർക്കമറ്റ വസ്തുതയാണ്. ഇവിടെ ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകം എന്ന രീതിയിൽ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഈ ദൗത്യത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ഇത് ഗ്രാമതലത്തിലേക്ക്, കുടുംബതലത്തിലേക്ക്, സമൂഹത്തിന്റെ നാനാ മേഖലയിലേക്ക് എത്തും. ഇത്രമേൽ ജനസ്വാധീനമുള്ള അല്ലെങ്കിൽ ജനകീയ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനം കേരളക്കരയിൽ മറ്റൊന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയും അന്വേഷകർക്ക് കണ്ടെത്താൻ കഴിയില്ല. അത്രമാത്രം തീർത്ത് നമ്മൾ അതേക്കുറിച്ച് പറയാൻ കാരണം കേരളീയ സമൂഹത്തിനിടയിൽ ഇത്രമേൽ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു മതസംഘടന മറ്റൊന്നില്ല എന്നത് കേരളത്തിലെ മുഴുവൻ മതസംഘടനകളെയും പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. കേരള മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നവോത്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പിൻബലമായി പ്രവർത്തിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണല്ലോ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇവിടെ ഒരു വിഷയം നിർണ്ണയിച്ചിരിക്കുന്നത് സമസ്ത സമുദ്ധാനത്തിന്റെ രാജപാത എന്ന്. നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ചിത്രം നമ്മൾ മുന്നിൽ കണ്ടു നോക്ക്. ദേശീയത്തിൽ മുസ്ലിങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഈ കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ജീവിത രീതിയോ വിദ്യാഭ്യാസ നവോത്ഥാനമോ ഒന്നും നമ്മുടെ മറ്റു പ്രദേശങ്ങളുടെ മുസ്ലിം സമൂഹത്തിന് എത്തിപ്പിടിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല, കഴിയുന്ന ലക്ഷണവും നമ്മൾ കാണുന്നില്ല. മുസഫർ നഗർ ഉയർത്തുന്ന വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ മുമ്പ് ഗുജറാത്ത് ഉയർത്തിയ വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട്. വലിയ സാംസ്കാരിക ദുരന്തത്തിന്റെ മുഖത്താണ് നമ്മുടെ സഹോദരങ്ങൾ കേരളേതര സംസ്ഥാനങ്ങൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടും. എന്തുകൊണ്ട് അവർക്ക് അത്തരം ഒരു ദുർഗതി വന്നു എന്നതിന്റെ ഒറ്റ മറുപടി നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അവർക്ക് സംഘബോധം ഉണ്ടായില്ല എന്നതാണ്. ഒരുമിച്ച് നിൽക്കാൻ അവർക്ക് സാധ്യമായില്ല എന്നാണ് നമ്മൾ സമൂഹത്തെ തെര്യപ്പെടുത്താറുള്ളത്. എന്തുകൊണ്ട് അവർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ ഒരു അന്വേഷണം നമ്മുടെ മുമ്പിലുണ്ടോ? അത്തരമൊരു അന്വേഷണത്തിലേക്ക് നമ്മൾ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? അതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടതും പരിഹാരം കാണുവാൻ അടിസ്ഥാനപരമായി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വസ്തുതയും. അവിടെ ഈ ഒരു അന്വേഷണം നടത്താൻ നമ്മൾ മുന്നോട്ട് വന്നാൽ നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. കേരളീയ മുസ്ലിങ്ങൾക്ക് ഇന്ന് കാണുന്ന സംഘബോധം ഒരു സുപ്രഭാതത്തിന്റെ സൃഷ്ടിയായി ലഭ്യമായതല്ല. അത് എവിടുന്നോ കിട്ടിയൊരു വരദാനം പോലെയല്ല. ഈ സംഘബോധത്തിലേക്ക് കേരളീയ മുസ്ലിം ഉമ്മത്തിനെ നയിക്കുന്നതിന് വേണ്ടി അടിസ്ഥാനപരമായ ഭൂമിക തയ്യാറാക്കാൻ ആലിമീങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഉമറാക്കളും സാധാരണക്കാരും ഒരുപോലെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ത്യാഗത്തിന്റെ കഥകൾ നമ്മൾ അനുസ്മരിക്കേണ്ടി വരും. നോർത്ത് ഇന്ത്യക്ക് പരിചയമില്ലാത്ത കേരളീയര സംസ്ഥാനത്ത് ഒരിക്കലും കേട്ടുകേൾവില്ലാത്തൊരു ഐക്യം സാധാരണക്കാരും അതുപോലെ തന്നെ പണ്ഡിതന്മാരും ഉമറാക്കളും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ നടത്തിയെന്നത് കേരളത്തിന്റെ മതപ്രബോധന പാരമ്പര്യം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ന് കാണുന്ന ഐക്യത്തിലേക്ക് എത്തിപ്പെട്ടത്. ആലിമീങ്ങൾ മുമ്പിൽ നിന്നു. ആലിമീങ്ങൾ പറയുന്നതനുസരിച്ച് കൊണ്ട് ഉമറാക്കൾ പ്രവർത്തിച്ചു. അവർ രണ്ടു കൂട്ടരും നിന്നപ്പോൾ സമൂഹത്തിൽ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു. അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനകീയ അടിത്തറയുള്ള കേരളത്തിലെ ജനങ്ങൾ ഈ ആലിമീങ്ങളെയും അതുപോലെ തന്നെ ഉമറാക്കളെയും മുഖവിലക്കെടുത്തുകൊണ്ട് പൂർണ്ണമായി നടപ്പാക്കാൻ മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിൽ വലിയ ഒരു മാറ്റം സംഭവിച്ചു. ചരിത്രപരമായി കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേരിട്ടുള്ള പ്രചരണം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കടല് കടന്നു വന്ന് നേരിട്ട ദീനീ പ്രബോധനത്തിന് സഹാബത്ത് തന്നെ നേതൃത്വം കൊടുത്ത ചരിത്രമുണ്ട്. ആ മഹത്തുക്കളെ കണ്ടുകൊണ്ട് ദീൻ പഠിക്കുവാനും ദീനിന്റെ നേർപ്പാത ഉൾക്കൊള്ളുവാനും കേരളീയ മുസ്ലിം ഉമ്മത്തിന് അവസരമുണ്ടായിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടം, അത് കഴിഞ്ഞാൽ പിന്നെ മഖ്ദൂമി കാലഘട്ടം. മഖ്ദൂമി കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ ഇൽമ് പടർന്നു പന്തലിച്ച് മനോഹരമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മതം പഠിച്ചെടുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ലോകം പോലും ഉദ്ധരിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വിദേശത്ത് കടന്നു വന്ന ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ആളുകൾക്ക് പോലും ഈ ദർസിന്റെ ചൈതന്യം കാണാൻ കഴിഞ്ഞു എന്നാണ്. എന്തേ അവർ പള്ളി ദർസിനെ ഇത്രമേൽ എടുത്തു ധരിക്കാൻ കാരണം? കേരളീയ മുസ്ലിങ്ങൾക്ക് ഒരു കേന്ദ്രീകൃത സ്വഭാവം കൊടുത്തത് ഈ പള്ളി ദർസിലൂടെ വളർന്നു വരുന്ന ആലിമ്യങ്ങളാണ്. ഒരാലിം ഒരു പ്രദേശത്തെ ജനസമൂഹത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽക്കും, അദ്ദേഹം പറയുന്നത് കേൾക്കും. അദ്ദേഹത്തിന്റെ വാക്കിന് സാധാരണക്കാരനും അതുപോലെ തന്നെ ഉമറാവും ഒരേ വില കൽപ്പിക്കും. പണക്കാരനെന്നോ പ്രതാപിയെന്നോ നോക്കാതെ ആലിം കാര്യം ഒരു മഹല്ലത്തിൽ പറയുമ്പോൾ ഒരു സാധാരണക്കാരനും ഒരു പണക്കാരനും ഈ ആലിമിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും ആലിമിന്റെ വാക്ക് നെഞ്ചേറ്റിക്കൊണ്ട് തങ്ങളാൽ കഴിയുന്ന സംഭാവന കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ ഇത് പ്രാവർത്തികമാക്കും.
ആ ഒരു സമീപന രീതിയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഇന്ന് കാണുന്ന ഗുണഫലം നൽകിയത്. ആ ഗുണകരമായ നേട്ടത്തെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ആ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ മഖ്ദൂമിങ്ങളുടെ കാലഘട്ടം നോക്കൂ നിങ്ങൾ. ഒരുപാട് പള്ളി ദർസുകൾ കേരളക്കരയിൽ അവർ നേതൃത്വം കൊടുത്തുകൊണ്ട് നിർമ്മിച്ചു എന്ന് മാത്രമല്ല, ഒട്ടനവധി ഉമറാക്കൾ, ഒട്ടനവധി സാധാരണക്കാർ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഇതുപോലെ പള്ളി കെട്ടുവാനും മദ്രസ കെട്ടുവാനും അനുബന്ധ സംവിധാനങ്ങൾക്ക് മുന്നോട്ട് വന്നു. അതാണ് ചരിത്രം. ആ രീതിയിൽ മുന്നോട്ട് പോയൊരു സാഹചര്യം നമ്മുടെ കേരളത്തിന് മറക്കാൻ കഴിയുമോ? ദൗർഭാഗ്യവശാൽ കേരളേതര സംസ്ഥാനത്ത് അത്തരമൊരു സംഭവ വികാസം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ സംഘസമൂഹം കേരള സമൂഹത്തിന് നൽകിയ ആ മഹത്വങ്ങളോട് നമ്മൾ കടപ്പിരിക്കുന്നു. ഒരുമിച്ച് നിന്നിരുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ രണ്ടാമത്തെ മഖ്ദൂമിന്റെ വിയോഗാനന്തരം 3.5 നൂറ്റാണ്ട് കാലം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു തരത്തിലും അസ്വാരസ്യമുണ്ടായില്ല. ഒരഭിപ്രായാന്തരവും കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടായില്ലല്ലോ. 3.5 നൂറ്റാണ്ട് കാലം നമ്മുടെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് എങ്ങനെ പോയി എന്ന് ചരിത്രം പറയട്ടെ. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയോ? പഠിക്കുന്നുങ്ങൾ 3.5 നൂറ്റാണ്ട് കാലത്തെ കേരളത്തിന്റെ ചരിത്രം പറയട്ടെ. രണ്ടാം മഖ്ദൂമിന്റെ ഹിജ്റ 991 മരണത്തിന് ശേഷം ഒരു അഭിപ്രായ വ്യത്യാസവും കേരളത്തിലില്ല. 3.5 നൂറ്റാണ്ട് കാലം കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് 3.5 നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ചെറിയ കാലമാണോ? പതിറ്റാണ്ടല്ലോ, നൂറ്റാണ്ടല്ലേ. 350ഓളം കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടം വെച്ച് നോക്ക്, എത്ര കാലഘട്ടമോ, എത്ര തലമുറകൾ പോയി. ആ തലമുറകൾക്കൊന്നും ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. 3.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നു 921 കേരളത്തിലെ അഭിപ്രായ വ്യത്യാസം. അവിടെയാണ് കേരള മുസ്ലിങ്ങൾ ഭിന്നിപ്പിന്റെ നാന്ദി കണ്ടത്. അവിടെയാണ് കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭിന്നിപ്പിന്റെ തുടക്കമുണ്ടാകുന്നത്. ആ ഭിന്നിപ്പിന്റെ തുടക്കത്തിലേക്ക് കേരളീയ മുസ്ലിം ഉമ്മത്ത് പോകുമ്പോൾ അന്നുള്ള ആലിമീങ്ങൾ തങ്ങളുടെ കടമ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ആലിമീങ്ങൾ ആ കടമ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ മഹത്തുക്കളായ നമ്മുടെ പണ്ഡിതന്മാർ നിർവഹിച്ച ആ ദൗത്യം ഒറ്റപ്പെട്ട ദൗത്യങ്ങളായിരുന്നു. 1920 മുതൽ 25 വരെ അവർ നിർവഹിച്ചത് ഒറ്റപ്പെട്ട ദൗത്യങ്ങളാണ്. ആ ഒറ്റപ്പെട്ട ദൗത്യങ്ങൾ പിന്നീട് കേന്ദ്രീകൃതമാക്കേണ്ടി വന്നു കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളീയ മുസ്ലിം ഉമ്മത്തിന് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ പുതിയ ഭിന്നിപ്പിന്റെ ശബ്ദം കൊണ്ടുവന്നിട്ടില്ല. ഒന്നിപ്പിന്റെ ശബ്ദമാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ കൊണ്ടുവന്നത്. കേവലം ഒന്നിപ്പിന്റെ ശബ്ദം മാത്രം. 100 കക്ഷികളായി കേരളത്തിലെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ പരമ്പരാഗതമായി കേരളീയ മുസ്ലിം ഉമ്മത്ത് വിശ്വസിച്ചിരുന്ന ആദർശ അനുഷ്ഠാന പ്രക്രിയകളിൽ നിന്നും അവരെ അടർത്തിയെടുത്തുകൊണ്ട് പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന സൂചന ലഭിച്ചപ്പോൾ എത്രത്തോളം ഐക്യസംഘത്തിന്റെ വാർഷിക സമ്മേളനം ഈ കോഴിക്കോട്ട് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് കോഴിക്കോട്ട് ജീവിച്ചിരുന്ന പരമ്പരാഗത മുസ്ലിം സമൂഹത്തിന്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായപ്പോൾ അന്ന് ജീവിച്ചിരുന്ന മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ആ കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ എന്ന് ചരിത്രം പറയുന്ന ഖുത്ബുസ്സമാൻ ബാഅലവി സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ആ മഹാനുഭാവൻ ആലിമീങ്ങളെ വിളിച്ചുകൂട്ടി മുശാവറ നടത്തി. സ്വന്തമായ പ്രഖ്യാപനമല്ല, ആലോചനകൾക്ക് ശേഷം ബഹുമാനപ്പെട്ടവർ പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനമാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. ആ പ്രഖ്യാപനമായിരുന്നു കേരളം നെഞ്ചേറ്റിയത്. ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയാണ് നമുക്ക് ഈ കെട്ടുറപ്പ് നൽകിയത്. അല്ലെന്ന് പറയാൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഏതെങ്കിലും ഒരു ചരിത്രകാരന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയുമോ? ആരാ നമുക്ക് ഈ സംഘബോധം പകർന്നത്? ദീൻ എന്താണെന്ന് പഠിക്കാൻ അവസരമുള്ളവർ ദീനിനു വേണ്ടി ഒരുമിച്ചു, ഇസ്ലാം എന്തെന്ന് പഠിച്ചവർ ഇസ്ലാമിന് വേണ്ടി ഒരുമിച്ചു. അങ്ങനെയാണ് കേരളത്തിലെ അവസ്ഥാവിശേഷം ഈ വിധമായത്. എന്നാൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ച ദൗത്യത്തിൽ ഏറ്റവും വലിയ ജനകീയ ദൗത്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ സാധാരണക്കാരന്റെ കുട്ടിക്ക് മതം പഠിപ്പിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യമായിരുന്നു. ആ മതം പഠിപ്പിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമ്മൾ ഒട്ടനവധി മദ്രസകൾ ഈ കേരളക്കരയിൽ സമൂഹത്തിന് നന്മ നൽകിക്കൊണ്ട് ഒരുപാട് കേന്ദ്രങ്ങൾ സ്ഥാപിതമാക്കുവാൻ നമുക്ക് കഴിയും. ഇന്നും സമത്വ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നും അംഗീകരിച്ചു മദ്രസ. 9500 പരം മദ്രസകൾ ഇപ്പൊ സമത്വയുടെ കീഴിൽ വളരെ കൃത്യവും വ്യവസ്ഥാപിതവുമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആ മദ്രസകളിലൂടെ ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത ധാർമ്മിക ബോധനമാണ്. ആ ധാർമ്മിക ബോധനത്തിന് നല്ല കുടുംബാന്തരീക്ഷവും നല്ല സാമൂഹ്യ അന്തരീക്ഷവും നമ്മൾ വാർത്തെടുത്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിന് ലഭ്യമായ ഒന്ന് മതപരമായ ഒരു അന്തരീക്ഷം, അതോടൊപ്പം തന്നെ സൗഹൃദാന്തരീക്ഷം. ഏത് മതജാതി വിഭാഗത്തോട് മാന്യമായി പെരുമാറാനുള്ള ഇസ്ലാമിക് കൾച്ചർ നമ്മുടെ കുട്ടികൾ പഠിച്ചുപോയി. വർഗീയതയില്ലാത്തൊരു കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നമുക്ക് പങ്കില്ലേ? ഉത്തരേന്ത്യ മുസ്ലിങ്ങൾ മതം കേവലം വികാരമാക്കാൻ നമ്മളത് വിവേകമായി. മാവൂരങ്ങാടിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടാകുമല്ലോ. പരസ്പരമുള്ള ജീവിതത്തിൽ മുസ്ലിങ്ങളെ കണ്ടും പരിചയപ്പെട്ടും ഈ സമൂഹത്തെ അടുത്തറിഞ്ഞ ഒരു ഹിന്ദുവിനെ നമ്മളെ എന്തെങ്കിലും സംശയത്തിന്റെ നാമ്പുകളുണ്ടോ? നമ്മൾ വർഗീയവാദിയോ ഭീകരവാദിയോ ആണെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞാൽ പോലും അവനത് അംഗീകരിക്കില്ലല്ലോ.
നമ്മുടെ പള്ളി കണ്ടവനാണവൻ, മദ്രസ കണ്ടവനാണവൻ, നമ്മുടെ പ്രവർത്തനം കണ്ടവനാണവൻ. അവന് സംശയമില്ല, നോർത്ത് ഇന്ത്യയിലെ മുസ്ലിമിന്റെ മുമ്പിലുള്ള വികാരമല്ല നമ്മളെക്കുറിച്ച് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുസഫർ എന്നവർ ആവർത്തിക്കാതെ സൗഹൃദത്തിന്റെ ഒരു അലയൊലിയും അന്തരീക്ഷവും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് എന്നത് വസ്തുതയില്ലേ? ഒന്നാമതായി നമ്മൾ നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടം ഒരു സമൂഹത്തിന്റെ ആദർശ പ്രചരണത്തിനുള്ള ഏറ്റവും നല്ല ഭൂമിക സൃഷ്ടിച്ചു എന്നതാണ്. തീവ്രതയിലേക്കോ ഭീകരതയിലേക്കോ പോകാതെ, അപകടകരമായ മുദ്രാവാക്യം മുഴക്കാതെ, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാകാതെ, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സമാധാനപരമായി മതപ്രബോധനത്തിന്റെ ഒരു ഭൂമിക കെട്ടിപ്പടുക്കുന്നതിൽ നമ്മൾ 100% വിജയിച്ചു. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്നും അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളികളും മദ്രസകളും ഒക്കെ മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായി, അതോടൊപ്പം മതകീയ വിപ്ലവത്തിന്റെ വലിയ കേന്ദ്ര ബിന്ദുക്കളായി. അതാണ് നമ്മൾ ഇവിടെ നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടം, വൈചാരികവും വൈജ്ഞാനികവുമായ നേട്ടം. ആ നേട്ടം ചെറുതല്ല. പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്നലകളിലെ മദ്രസകളെ പോലെ, ഇന്നലകളിലെ ദീനീ സ്ഥാപനങ്ങളെ പോലെ നമ്മുടെ സമൂഹത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനം അത്രമാത്രം ആഴത്തിൽ പതിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ കുറിച്ച് അതിന്റെ സമുദ്ധാരണത്തിന് പുതിയ ചർച്ച നമ്മൾ കൊണ്ടുവരേണ്ടി വന്നത്. എവിടെയും നിങ്ങൾ നോക്കൂ, പത്രദ്വാരം നമ്മളൊരു പുതിയ വാർത്ത കേൾക്കുമ്പോൾ അത് മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന സന്ദർഭത്തിലാണെങ്കിലും, അതല്ലെങ്കിൽ വിചാര കുറ്റാരോപണം വരുമ്പോഴാണെങ്കിലും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം കവർച്ച ചെയ്യപ്പെടുമ്പോഴാണെങ്കിലും, ഏത് വിഷയത്തിലാണെങ്കിലും ശരി, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ എത്തിപ്പെടാൻ പാടില്ലാത്ത മേഖലയിൽ നമ്മുടെ പ്രതിനിധികൾ എത്തിപ്പെട്ട വാർത്ത നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നു, ദിനേന പത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടു. അതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നമ്മുടെ മദ്രസകൾക്കും അതുപോലെ കേന്ദ്രങ്ങൾക്കും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ സംവിധാനത്തെയോ ലക്ഷത്തോളം വരുന്ന മുഅല്ലിമീങ്ങളുടെ സേവന പ്രക്രിയയോ ചെറുതാക്കി കണ്ടുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അതിന്റെ മുഴുവൻ ഉത്തരവാദികളും നമ്മുടെ കുടുംബത്തിന്റെ നാഥന്മാരാണ്, ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞുകൂടാ. സുഹൃത്തുക്കളുടെ സമുദ്ധാരണം ഉണ്ടാകേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കൾച്ചർ ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്നാണ് സംസ്കാരത്തിന്റെ ഉറവ. അവിടെയാണ് സംസ്കാരം വളരേണ്ടത്. ഏത് തമ്മാടിത്തത്തിലേക്ക് കൂപ്പുകുത്തി പോകുന്ന ചെറുപ്പക്കാരനും ഒരു പിതാവുണ്ടാകും, അല്ലെങ്കിൽ അവനെ നിയന്ത്രിക്കുന്ന ഒരു രക്ഷിതാവുണ്ടാകും. അവന്റെ മാതാവും പിതാവും, അവനെ പ്രസവിച്ച മാതാവും പോറ്റി വളർത്തുന്ന പിതാവും, അതല്ലെങ്കിൽ അവനെ നന്നാക്കിയെടുക്കേണ്ട ബാധ്യതയുള്ള കുടുംബം. ആ കുടുംബക്കാർ ഈ കുഞ്ഞിനെ നന്നാക്കിയെടുക്കുന്ന ശരി പരിചയപ്പെടുമ്പോഴല്ലേ ഇവൻ അപകടകാരിയായി പോകുന്നത്? അതല്ലേ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ഈ സാംസ്കാരികമായ അപകടത്തിന്റെ കാരണം? വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും അപകടത്തേക്കാണല്ലോ പോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ ചില കുടുംബനാഥന്മാർ പോലും കടമ നിർവഹിക്കുന്നതിന് പകരം തന്റെ കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്ന വാർത്തകൾ ഈയിടെ നമ്മുടെ പത്രങ്ങളിൽ ജ്വലിച്ചു നിന്നു. ദിവസേന പത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും സ്വന്തം കുഞ്ഞിനെ വലിച്ചണ പിതാവ്, ആ കുഞ്ഞ് പരിക്കേറ്റ് വീണ് കിടക്കുമ്പോൾ മാനസാന്തരമില്ലാത്ത പിതാവ്, സ്വന്തം കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഉമ്മ. മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളായി തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്. വെല്ലൂരിൽ ഒരു കുഞ്ഞ്, സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പോലും ഈയിടെ സന്ദർശിച്ച ആ കുഞ്ഞിന്റെ വാർത്ത നിങ്ങൾ പത്രത്തിൽ വായിച്ചു. ജീവിതത്തിലേക്ക് പിച്ച വെച്ച് തിരിച്ചു വരുന്ന ഒരു കുട്ടി. ആ പിഞ്ചു പൈതലിനെ കൊല്ലാക്കൊല ചെയ്തതാരാ? സ്വന്തം മാതം പിതാവും. അതും നമ്മുടെ സമൂഹത്തിന്റെ പ്രതിനിധി. ഇതുപോലെ സ്വന്തം വയറ്റിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ പോലും അറുകൊല ചെയ്യാൻ മാതാക്കൾ പോലും മടിക്കാത്തൊരു കാലഘട്ടം. എന്തേ ഇത്തരമൊരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ വന്നു? 4-5 കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താൻ ബാധ്യതയുള്ളൊരു പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു രക്ഷിതാവ്, ഒരു യുവതി, അല്ലെങ്കിൽ ഒരു മധ്യവയസ്ക തന്റെ മാത്രം സൗകര്യം നോക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന അവസ്ഥ പത്രത്തിലൂടെ ധാരാളം നമ്മൾ കേൾക്കുന്നു. നാടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്തേ ഇവർ മനസ്സിലേക്ക് ഈ പുതിയ വികാരം കുത്തിച്ചെലുത്തപ്പെടാൻ കാരണം? അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമൂഹത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികസനമാണ്. വിവരസാങ്കേതികതയുടെ വളർച്ചയുടെ അപകടം. ഒരു ഭാഗത്തിന് നേട്ടമുണ്ടാകും, അതിന്റെ കോട്ടവും മറുപുറത്തുണ്ടാവും. എന്തെങ്കിലും ഒന്നും നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ കോട്ടം മറുപുറത്തുണ്ടാവും. ഡൈനാമിറ്റ് കണ്ടുപിടിച്ചു നോബൽ. അയാൾ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചപ്പോൾ അതിന്റെ പേരിൽ ലോകത്ത് ഒരുപാട് ചലനങ്ങൾ ഉണ്ടായി. ജലാറ്റിൻ സ്റ്റിക്ക് പോലും അയാൾ സംഭാവനയാണ്. ആ മനുഷ്യന് തന്നെ മാനസാന്തരമുണ്ടായി. ലോകത്തെ കൊല്ലാൻ സ്ഫോടക വസ്തു കണ്ടുപിടിച്ച മനുഷ്യനാണ് ഞാനെന്ന് ലോകം നാളെ കുറിച്ച് പറയും. ആ മാനസാന്തരം കൊണ്ട മനുഷ്യൻ തന്റെ പണത്തിൽ നിന്ന് വലിയ തുക നീക്കി വെച്ചുകൊണ്ട് നോബൽ പ്രൈസ് എന്ന് പറയുന്ന നോബൽ പ്രൈസ് ഉണ്ടാക്കി. ഇന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഏതെങ്കിലും ആൾ ഉന്നതനായി വന്നാൽ അയാൾക്ക് കൊടുക്കപ്പെടുന്ന ഏറ്റവും വലിയ പ്രൈസ് നോബലിന്റെ പേരില്ല. എന്ത് അയാൾ അതിന് നിർബന്ധിതനായത്? ലോകത്തെ നശിപ്പിക്കാൻ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചപ്പോഴുടെ മനസ്സിലുണ്ടായ മാനസാന്തരത്തിന്റെ ഒരു ബഹിഷ്കരണമല്ലേ അത്? ലോകത്തെ നശിപ്പിക്കാൻ അയാൾ ശ്രമിച്ചപ്പോൾ അതിന്റെ ഒരു മാനസാന്തരം അയാൾക്ക് വന്നത് എന്തുകൊണ്ടാ? അയാൾ കണ്ടുപിടിച്ച വലിയ കണ്ടുപിടുത്തത്തിന് ലോകത്ത് വലിയ അംഗീകാരം ഉണ്ടായി. അതിന്റെ ഏറ്റവും വലിയ അപകടം നാശമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ച കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അയൽപക്കത്തെ വീട്ടിലെ വിവരം നമുക്കറിയാൻ കഴിയില്ലെങ്കിലും ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ആ മൊബൈൽ തന്നെ നെറ്റ് വളരെ മനോഹരമായി നമുക്ക് സംവിധാനിക്കാൻ കഴിയുന്നത് കൊണ്ട്
ലോകത്തിന്റെ ഏത് മേഖലയിലേക്കും നമ്മൾക്ക് ഒരു റൂമിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ സഞ്ചാരവഴിയിൽ സുന്ദരമായി സെർച്ച് ചെയ്ത് എത്തിപ്പെടാൻ കഴിയും. നമുക്ക് സെർച്ച് ചെയ്ത് എത്തിപ്പെടാൻ കഴിയും. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എവിടേക്ക് ചെല്ലണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ വ്യഭിചാരശാലയിലേക്ക് മനസ്സുകൊണ്ട് കടന്നു ചെല്ലുവാൻ, കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടുമുള്ള വിചാരം നടത്തുവാൻ കയ്യിലുള്ള ചെറിയ സാധനം മതി. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സെർച്ച് ചെയ്യുന്നതും കടന്നു പോകുന്നതും ആ മേഖലയിലൂടെയാണ് എന്ന് അത്തരം സൈറ്റുകൾ പരിശോധിച്ചാൽ, ഉത്തരവാദപ്പെട്ട പരിശോധനയിലൂടെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നു. ശരിക്കും നിങ്ങൾ നോക്ക്, നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്നും ഇത് വാങ്ങിവെക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. മൊബൈൽ കൂടെ കയ്യിൽ നിന്ന് വാങ്ങിവെക്കാൻ കഴിയുമോ? നമ്മുടെ കുട്ടിയുടെ മുമ്പിൽ നിന്ന് നമുക്ക് കമ്പ്യൂട്ടർ എടുത്ത് നീക്കാൻ കഴിയുമോ? അവന്റെ പഠനത്തിന്റെ ഭാഗമായി ഈ സാധനം ഒരിക്കലും നമുക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിയുടെ മുമ്പിൽ ഈ പഠനം ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് ഓരോ രക്ഷിതാവും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഉമ്മ പോലും ടെലിവിഷനിലൂടെ സീരിയലുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളല്ലേ വൈകുന്നേരം കണ്ടുകൊണ്ട് മനസ്സിലേക്ക് കയറ്റുന്നത്. കൊച്ചു കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അടക്കമുള്ള താരാട്ട് പാടിക്കൊണ്ട് സ്വന്തം കുഞ്ഞിന് ഉറക്കം വരുന്നത് വരെ മഹാന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുത്തിരുന്ന, താരീഖിൽ നിന്നും കഥകൾ എടുത്ത് പഠിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തിരുന്ന ഉമ്മമാര് പോയി. ആ ഉമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങൾ ചാനലുകളുടെ മുമ്പിൽ ഉമ്മ നോക്കിക്കുന്നത് കണ്ടുകൊണ്ട് ഈ കുഞ്ഞിന്റെ മനസ്സ് പോലും മലിനമാകുന്ന അവസ്ഥയിലെ ഗൃഹാന്തരീക്ഷങ്ങളിലുള്ളത്. ഏത് വീട്ടിലാ ടെലിവിഷൻ ഇല്ലാത്തത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും ചുരുങ്ങിയ ഇശാമാരിവിന്റെ ഇടയിൽ അതൊന്ന് നിയന്ത്രിക്കാനെങ്കിലും നമ്മുടെ ആളുകൾക്ക് പറ്റുമോ? ആ പ്രൈം ടൈമിലല്ലേ സകല വൃത്തികേടുകളും വീട്ടിലേക്ക് കടത്തിവിടുന്നത്. ഒരു അതിഥി പോലും വീട്ടിലേക്ക് ആ സമയത്ത് വരുന്നത് ഇഷ്ടപ്പെടാത്ത മനുഷ്യന്മാരുണ്ട്. നട്ടുച്ചയ്ക്ക് വിശ്രമിക്കേണ്ട സമയത്ത് പോലും ഉച്ചപ്പടങ്ങൾ കണ്ടുകൊണ്ട്, സീരിയലുകൾ കണ്ടുകൊണ്ട്, കെട്ടിച്ചമച്ച കഥകൾ കണ്ടുകൊണ്ട്, വികാരം നിർമ്മിക്കുന്ന രംഗങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നമല്ലേ ഇന്ന്. എന്തിന് ടെലിവിഷൻ വാങ്ങണം? അധിക മൊബൈൽ ഫോണിൽ ശരിക്കും നെറ്റ് സൗകര്യത്തോടു കൂടി അവന് സകല ചാനലുകൾ ലഭ്യമാവുകയാണല്ലോ. അവന്റെ കൈവശം തന്നെ ഈ സാമഗ്രിയുണ്ട്. അവൻ പഠിക്കുന്ന റൂം അടച്ചുകൊണ്ട് അവൻ ഉള്ളിലിരുന്നു കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് രക്ഷിതാവിനറിയുമോ? അവനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നെറ്റ് കണക്ഷൻ അതിന് ഫീസ് അടച്ചുകൊണ്ട് കൃത്യമായി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ മാതാപിതാക്കൾ പോലും അറിയാതെ അവൻ എത്തിപ്പെടുന്ന വൃത്തികെട്ട മേഖലകളെ, അവന്റെ മനസ്സ് മലിനമാക്കുന്ന മേഖലകളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും? ഇവിടെ ഉത്തരവാദിത്തം കുഞ്ഞിനല്ല, ഉത്തരവാദിത്തം രക്ഷിതാവിനാണ്. ഈ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഇന്നത്തെ പഠന രീതി അനുസരിച്ചുകൊണ്ട് മൊബൈൽ തിരിച്ചു പോകാനോ, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ വീട്ടിൽ നിഷേധിക്കുവാനോ, ടെലിവിഷൻ പാടെ നിരോധിക്കുവാനോ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പ്രസംഗിച്ചത് കൊണ്ടോ അതിനുവേണ്ടി ക്യാമ്പയിൻ ആചരിച്ചത് കൊണ്ടോ ഫലമില്ലല്ലോ. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഈ ടെലിവിഷനും ഇന്റർനെറ്റും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ കുഞ്ഞിന്റെ കയ്യിലുള്ളപ്പോ ആ സംവിധാനത്തിൽ നിന്നും ആ കുഞ്ഞിന്റെ മനസ്സിനെ തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അത് നന്മക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അവൻ നല്ല ലൈബ്രറികളിലേക്ക് സൈറ്റിലൂടെ കടന്നു പോകട്ടെ, അവൻ ലൈബ്രറികൾ സെർച്ച് ചെയ്യട്ടെ, അവൻ ഇൽമു പഠിക്കട്ടെ. അരുതായ്മയിലേക്ക് എന്റെ കയ്യിലുള്ള ഉപകരണം കൊണ്ട് ഞാൻ പോകാൻ പാടില്ല എന്ന ധർമ്മബോധം അവന്റെ മനസ്സിൽ സന്നിവേശിപ്പിക്കണം. അതിനാണ് നമ്മുടെ കുട്ടിക്ക് ശരിക്കും മതബോധം കൊടുക്കണമെന്ന് പറയുന്നത്. ഈടെ വളാഞ്ചേരി മർക്കസിൽ നടന്നിരുന്ന വാഫി ഫെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ അവിടെയുള്ള ഒരു കുട്ടി തയ്യാറാക്കിയ ഒരു കവിത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കവിതയിൽ ആ കുട്ടി മനോഹരമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നല്ല മനോഹരമായ കവിത. ആ കുട്ടി പറയുന്നത്, ഇന്റർനെറ്റിലൂടെ നമ്മുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ലോകത്തിന്റെ സകല മേഖലയിലേക്കും സെർച്ച് ചെയ്ത് പോകാൻ കഴിയും. ഏത് മേഖലയിൽ ഇംഗ്ലീഷ് കവിതയിൽ ആ കുട്ടി പറയുന്നു, ഏത് മേഖലയിൽ നമുക്ക് സെർച്ച് ചെയ്ത് പോകാൻ വളരെ ലളിതമായ ആശയമാണ്. വലിയ സാഹിത്യ സമ്പന്നതയോ സമ്പുഷ്ടിയോ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിനൊരു ചിന്തയുണ്ട്. ആ കുഞ്ഞ് പറഞ്ഞു, ഇന്റർനെറ്റിലൂടെ നമുക്ക് ലോകത്തെ നാനാ മേഖലയിലേക്ക് കടന്നു ചെല്ലാം. പക്ഷേ നമുക്ക് സെർച്ച് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എത്തിച്ചേരുക, അത് സെർച്ച് ചെയ്യാൻ നമുക്ക് എങ്ങനെ കഴിയും? ആധുനിക സംവിധാനത്തിലൂടെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ലോകത്തിന്റെ മുക്കുമൂലിലുള്ള വിവരങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഞാൻ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പോകുമോ എന്ന് ചിന്തിക്കാൻ ഏത് സെർച്ചിലൂടെ ഞാൻ, ഏത് സൈറ്റിലൂടെ ഞാൻ സെർച്ച് ചെയ്ത് പോകണം? പണ്ട് റാബിയത്തുൽ അദവിയ്യ ബീവി ചോദിച്ച പോലെയുള്ള ചോദ്യം, എന്റെ സ്വർഗമാണോ നരകമാണോ അവസാന അഭയകേന്ദ്രം നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചതുപോലെ അസംബസരീതങ്ങളോട് ചോദിച്ചു എന്ന് ചരിത്രത്തിലില്ലേ? ആ ഒരു ബോധം ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പഠിക്കുന്ന കുട്ടിയാണത് ചോദിക്കുന്നത്. സൈറ്റിലൂടെ സെർച്ച് ചെയ്ത് പോകാൻ കഴിവുള്ള കുട്ടിയാണത് ചോദിക്കുന്നത്. ആ ഒരു ബോധം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? അത് കഴിയുമെങ്കിൽ നമുക്ക് ജയിച്ചു. ആ ബോധം കൊടുക്കാതെ കുഞ്ഞിന് നിങ്ങൾ എത്ര വലിയ ഹയർ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടും ഫലമില്ല, അവൻ നിങ്ങൾ എത്ര ഉയർത്തി പഠിപ്പിച്ചിട്ടും ഫലമില്ല. അങ്ങനെ പഠിച്ച് ഉയർന്നു വന്ന പലരും നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്ന വൃത്തികേടുകളെ കുറിച്ച് നിങ്ങൾ കാണുന്നില്ലേ? പൊതുവെ ഇന്ന് സമൂഹം ഒരു മോഹവലയത്തിലാണ്. എങ്ങനെ പണമുണ്ടാക്കണമെന്ന ചിന്തയിലല്ലേ മനുഷ്യൻ മുഴുവനുള്ളത്? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ഇപ്പോഴും കെട്ടടങ്ങാത്ത കോലാഹലം നോക്കും നിങ്ങൾ. സോളാർ വിവാദം, അതിന്റെ പിന്നിൽ എന്താ? പണമുണ്ടാക്കണമെന്ന മോഹം. ആ കെടിൽ എല്ലാവരും പോയി വീണു പോവുകയാണ്. പണമുണ്ടാക്കാൻ ഒരു തിരങ്ങത്തിറങ്ങിക്കൊണ്ട് സമൂഹത്തെ ഈ രീതിയിൽ പണം വാങ്ങി വഞ്ചിക്കുമ്പോൾ ആളുകൾ മുഴുവൻ ഇരുന്നു പോയില്ലേ? അത്
അതിനുവേണ്ടി ചില ഉപയോഗപ്പെടുത്തിയെന്നല്ല പറയുന്നത്. അവർക്കൊക്കെ അവകാശങ്ങളും അംശങ്ങളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ നമുക്ക് കോളേജിൽ അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ അഡ്മിഷൻ തട്ടിപ്പ്, ഈ അഡ്മിഷൻ തട്ടിപ്പ് നടത്തിയ പെണ്ണും സോളാർ തട്ടിപ്പ് നടത്തിയ പെണ്ണും നിക്ഷേപ തട്ടിപ്പ് നടത്തിയ മുസ്ലിയാരും തമ്മിൽ എന്താ വ്യത്യാസം? മൂന്നും ഒന്നുപോലെ തന്നെയല്ലേ? എല്ലാം കണക്കാണ്. ഇതിൽ ചെറുവീടുന്ന മനുഷ്യൻ മനസ്സോ ക്ഷിപ്രസാധ്യമായ കാര്യങ്ങൾ, വളരെ എളുപ്പം സാധിക്കുന്ന കാര്യങ്ങളാണ് പണമുണ്ടാക്കലെന്ന് തോന്നിപ്പോയി. അതിനുവേണ്ടി പെട്ടെന്ന് പണമുണ്ടാക്കുവാൻ എവിടെയും ചാടിക്കയറി നിക്ഷേപിക്കാൻ ആളുകൾ തയ്യാർ. നിക്ഷേപത്തിന്റെ വിഷയത്തിന് അവരെ മോഹിപ്പിക്കുവാൻ ആളുകൾ, വിശ്വസിപ്പിക്കാൻ ആടിയും തലപ്പാവുമുള്ള പണ്ഡിതന്മാർ പോലും ആ വേഷം പോലും ചൂഷണം ചെയ്യപ്പെട്ടു. നോക്കണം നിങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ എല്ലാ മേഖലകളും ഇതുപോലെയുള്ള പ്രക്രിയകൾ നടത്തിക്കൊണ്ട് എങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായി ലോകം മാറി. പണമാണ് ഏറ്റവും വലുത് എന്നൊരു ചിന്ത സമൂഹത്തിനുണ്ടായി. അവിടെ നിന്ന് നമ്മൾ മാറണം. ഏത് ജാതി മതസ്ഥനാണെങ്കിലും ശരി, ആ ചിന്തയിൽ നിന്ന് മാറിക്കൊണ്ട് പണമാണ് എല്ലാറ്റിന്റെയും മുഖ്യ ഘടകമെന്ന ആ ഒരു ആശയത്തിൽ നിന്ന് മാറിക്കൊണ്ട് മനുഷ്യത്വം എന്ന ഒന്നിനെ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. ആ മനുഷ്യത്വം പുനഃസൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യനെ തിരിച്ചറിയുന്ന വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അതിന്റെ തുടക്കം നമ്മുടെ വീടുകളിൽ നിന്ന് ആരംഭിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തൊരു സംസ്കാരമല്ലേ എന്ന് കുട്ടികളിൽ വളർന്നു വരുന്നത്? സ്വന്തം പിതാവിനെയും മാതാവിനെയും ധിക്കരിക്കുന്ന കാഴ്ചയല്ലേ പലപ്പോഴും നമ്മൾ കാണുന്നത് ചില സീരിയലുകളിൽ. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ചില കഥകളിൽ മാതാപിതാക്കളെ പോലും ധിക്കരിക്കുന്ന കഥകൾ ഈ കുട്ടികൾ കാണുമ്പോൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കണ്ട. പല കഥകളിലും അതുപോലെ തന്നെ പല സീരിയലുകളിലും മാതാപിതാക്കൾ തെരഞ്ഞെടുക്കുന്ന വിവാഹം താല്പര്യപ്പെടാതെ സ്വന്തം താല്പര്യത്തിലൂടെ പോകുന്ന മക്കളെയാണ് കാണിക്കുന്നത്. ആധുനികതയുടെ പേരിൽ നമ്മുടെ സമൂഹത്തിന്റെ മനസ്സ് മലിനമാക്കുന്ന കഥകളല്ലേ പലതും സീരിയലുകളിലൂടെ വരുന്നത്? ഇതല്ലേ പെണ്ണുങ്ങൾ കാണുന്നത് വീട്ടിൽ? ഇതല്ലേ കുട്ടികൾ പഠിക്കുന്നത്? ഇത് കണ്ടുകൊണ്ടല്ലേ മക്കൾ വളരുന്നത്? നിങ്ങൾക്കറിയില്ല, ഈയിടെ ചില കുറ്റകൃത്യങ്ങളൊക്കെ നടന്നപ്പോ സിനിമയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആ കളവ് നടത്തിയതെന്ന് പറഞ്ഞ ആളുകളില്ലേ ഇവിടെ? എത്ര കേസുകളിൽ അങ്ങനെ സംഭവിച്ചു? ചില കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങൾ പോലും ആവിഷ്കരിച്ചത് സിനിമയിൽ കണ്ടതുപോലെ ഞങ്ങൾ ചെയ്തതാണ് എന്ന് പറഞ്ഞ എത്ര അനുഭവങ്ങൾ കോടതികളുടെ മുമ്പിൽ വന്നു. സ്വാധീനം ചെത്തിയത് ദൃശ്യമാധ്യമങ്ങളാണ്. ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അത് നടപ്പാക്കിയാൽ ചേളാരിൽ പ്രസിദ്ധമായ ഒരു ജ്വല്ലറി കവർച്ച ചെയ്ത സംഭവം ഉണ്ടായി, ബാങ്ക് കവർച്ച ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ആ ബാങ്ക് കവർച്ച ചെയ്തത് ഒരു സിനിമയിൽ നടക്കുന്ന കവർച്ച അതുപോലെ പഠിച്ചു പകർത്തിയതാണ്. സമൂഹത്തിൽ എന്ത് നന്മകളാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ ഈ രീതിയിൽ നൽകുന്നത്? അതേസമയം സമൂഹത്തിന് ആവശ്യമുള്ള നന്മയുടെ വശങ്ങൾ നൽകുന്ന നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും ഉപകാരം. ഇതാ നമ്മുടെ പരമ്പരാഗതമായ ആ ശൈലി ആരംഭിക്കുന്നുണ്ട്. എല്ലാവരും നല്ല നിലയിൽ അതിനോട് പ്രതികരിക്കണം. കാരണം നമ്മുടെ ഈ മേഖലാ സമ്മേളനം ഇത്ര വിപുലമായി നടത്താൻ നമ്മുടെ ആളുകൾക്ക് നല്ല ചെലവും ഒരുപാട് അധ്വാനവും വൈകി വന്നിട്ടുണ്ട്. ഈ നേരായ മാർഗത്തിൽ കൊടുക്കുന്ന നാണയത്തിലല്ലാതെ വേറെ വളഞ്ഞ വഴിക്ക് ഒരു മുടിയും പൊടിയും വെച്ച് പെരുപ്പിക്കുന്ന ഏർപ്പാട് നമുക്കില്ലാത്തത് കൊണ്ട് ആ നേരായ മാർഗത്തിലൂടെയുള്ള ആ സംഖ്യ കൊടുത്തുകൊണ്ട് നിങ്ങൾ വിജയിപ്പിക്കാതെ അള്ളാഹു ബർക്കത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാവും. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഈ വിഷയത്തെ നിങ്ങൾ സമീപിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് കുടുംബത്തിൽ നിന്നും വന്നുപോയ അപകടകരമായ താളപ്പിഴ, ഓരോ കുടുംബത്തിലും വന്നുപോയ താളപ്പിഴ, ആ താളപ്പിഴ കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു കുടുംബജീവിതമുണ്ടല്ലോ. മക്കളെ സ്നേഹിച്ചുകൊണ്ട്, മക്കളെ നല്ല രീതിയിൽ ലാളിച്ചുകൊണ്ട്, എല്ലാ അർത്ഥത്തിലും അളവിലും മക്കളെ വളർത്തുമ്പോൾ തന്നെ മക്കൾക്ക് ആവശ്യമായ ശാസനകൾ സമയബന്ധിതമായി നൽകിയിരുന്നു. എന്തിനാ ഇസ്ലാം പറഞ്ഞത് 7 വയസ്സായ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന്? 7 വയസ്സിൽ ഏത് കുട്ടിക്കാ നിസ്കാരം നിർബന്ധമുള്ളത്? 10 വയസ്സിൽ ഏത് കുട്ടിക്കാ നിസ്കാരം പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ നിർബന്ധമുള്ളത്? 7 വയസ്സായാൽ കൽപ്പിക്കണമെന്നും 10 വയസ്സായാൽ അടിക്കണമെന്നും പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, കുട്ടിക്ക് ഇടം വലം തിരിയുന്ന സമയം എന്നാൽ നിങ്ങൾ കൽപ്പിക്കണം അവനോട് കാര്യങ്ങൾ. അതിന്റെ അർത്ഥം എന്താണ്? കാര്യബോധം കുട്ടിയിൽ ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടാൽ അവനെ ഈ പ്രക്രിയ പരിശീലിപ്പിച്ചു കൊണ്ടുവരണം. ചെറുപ്പത്തിലെ തർബിയത്തിന്റെ ഒരു മേഖല അള്ളാഹുവിന്റെ വിശുദ്ധ തിരുദൂതർ അത് നിർവഹിച്ചിരുന്നല്ലോ. സമൂഹത്തിൽ തന്റെ പെൺമക്കളെ പോലും വിളിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ ഉപദേശം കൊടുത്തിരുന്നുവല്ലോ. ഫാത്തിമ, നിന്റെ കാര്യം നീ നോക്കണം, നീ അപകടകരമായ രീതിയിലാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകളെ വിളിച്ചുകൊണ്ട് അങ്കിദീ നഫ്സക അനിന്നാർ, മോളെ നിന്റെ കാര്യം നീ നരകത്തോട്ട് കാക്കണം, നിന്റെ തടി നീ നരകത്തോട്ട് കാക്കണം. അങ്കിദീ നഫ്സക അനിന്നാർ ഫഇന്നീ ലാ ഊനി അൻകി മിനല്ലാഹി ശൈആ. എന്റെ മോളെ ഫാത്തിമ, നിന്റെ തടി നീ നരകത്തെ തൊട്ട് കാണും, എനിക്ക് നിന്നെ കുറിച്ച് ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താ നബി തങ്ങളാ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ഞാൻ ശഫാഅത്ത് ചെയ്യില്ല എന്നോ ഒച്ചകനല്ല എന്നോ അല്ല, മറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചതിന്റെ അർത്ഥം നീ നിന്റെ ഇബാദത്താകുന്ന കാര്യങ്ങളിൽ വ്യാപൃതയാവാതെ, നീ ഈമാൻ ശരിയാവാതെ അള്ളാഹുവിന്റെ മുമ്പിൽ വന്നു നിന്നാൽ പിതാവ് നബിയാണെന്ന് കരുതി നിനക്ക് രക്ഷയുണ്ടാകണമെന്നില്ല. അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ തർബിയത്ത് ചെയ്ത പരിശുദ്ധ പ്രവാചകർ ഹസൻ അലി എന്ന കുട്ടി, ഈ കുഞ്ഞുങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ സുജൂദിന്റെ വേളയിൽ
പുറത്ത് കയറി ഇരുന്നു കൊണ്ട് ആനന്ദിച്ച് ആഹ്ലാദിച്ചിരുന്ന രംഗം ഹദീസിന്റെ കിതാബിലില്ലേ? നബി ചരിത്രത്തിൽ മനോഹരമായി ഉല്ലേഖിതമല്ലേ? ആ ഉല്ലേഖിത ചരിത്ര ചിത്രങ്ങളിലൂടെ കടന്നു ചെല്ലുന്നവർ അന്വേഷിക്ക് കാണാൻ കഴിയുന്ന എന്താ? ആ കുഞ്ഞ് നബി തങ്ങളുടെ പുറത്തിരുന്നു കൊണ്ട് ആഹ്ലാദിക്കുന്നു. നബി തങ്ങൾ സുജൂദ് ഒരുപാട് സമയം നീട്ടിക്കൊന്നു. പരിശുദ്ധ പ്രവാചകർ പിന്നെ എഴുന്നേൽക്കുമ്പോൾ പോലും ചിലപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എഴുന്നേറ്റ സംഭവങ്ങൾ, കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമസ്കരിച്ച സംഭവങ്ങൾ ഉദ്ധരണികളിൽ ഉണ്ടല്ലോ. അത്രമാത്രം ഈ കുഞ്ഞിനെ വേണ്ടി തന്റെ ഇബാദത്തിന്റെ സമയത്ത് പോലും മനസ്സ് പതറാതെ കുഞ്ഞിനോട് സ്നേഹം വെച്ച് പാടില്ല. ആ കുഞ്ഞിന്റെ ആഗ്രഹം നടക്കട്ടെ, ഇബാദത്ത് മുടങ്ങാതെ നടക്കട്ടെ. എന്നാൽ ഇത്ര സ്നേഹം കാണിച്ച ഒരു കുഞ്ഞ് സക്കാത്തിന്റെ കാരൊക്കെ കൂട്ടിയിട്ട സ്ഥലത്തേക്ക് വിട്ടിട്ടെറിഞ്ഞു കൊണ്ടുപോകുമ്പോ കേവലം പിച്ച വെക്കുന്ന പ്രായത്തിൽ മുട്ടുകുത്തുന്ന കുട്ടി പിച്ച വെച്ച് സക്കാത്തിന്റെ കാരൊക്കെ കൂട്ടിയിട്ട സ്ഥലത്ത് ചെന്നുകൊണ്ട് സക്കാത്തിന്റെ കാരൊക്കെ എടുക്കൊണ്ട് തന്റെ വായിലേക്കിട്ടു. ആ കൊച്ചു വായിലേക്കിട്ട കാരൊക്കെ പരിശുദ്ധ പ്രവാചകർ ഓടിച്ചെന്ന് കണ്ട നിമിഷം തന്റെ വിരലകത്തേക്കിട്ട് കൊണ്ട് വായിന്ന് വലിച്ചു പുറത്തിട്ടു. കുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തെറിച്ച സംഭവം ഹദീസിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നില്ലേ? എന്തേ പിതാവ് കുഞ്ഞിനോട് പറഞ്ഞത്, മോനെ നമുക്ക് ഹലാലല്ല, ഹറാമിന്റെ ഭക്ഷണം തന്റെ കുഞ്ഞിന്റെ വയറ്റിലേക്ക് കടത്താതിരിക്കാൻ പ്രവാചകർ ശ്രമിച്ചു. തന്നാൽ കഴിയുന്ന പ്രവർത്തനം ചെയ്തു. കുഞ്ഞിന്റെ സന്തോഷമല്ലേ എന്ന് കരുതി കണ്ണടച്ചില്ല. കുഞ്ഞല്ലേ എന്ന് കരുതി ഒരു കാരക്കയല്ലേ എന്ന് കരുതി കുട്ടിയുടെ പ്രായമോ കാരക്കയുടെ എണ്ണക്കുറവോ നോക്കിക്കൊണ്ട് ഒരു അലംഭാവ മനോഭാവത്തോടു കൂടി ആ പ്രവർത്തനത്തെ നബി തങ്ങൾ കണ്ടില്ല. മറിച്ചൊരു കാരക്കയുടെ ചീളാണെങ്കിൽ പോലും അത് വിഷ കുഞ്ഞിന്റെ അകത്ത് പോകുന്ന പോലെ കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് വലിച്ചെടുത്തു. എന്താണ് അതിന്റെ പ്രത്യേകത? തന്റെ കുഞ്ഞിന്റെ ആമാശയത്തിൽ ഹറാമിന്റെ അംശം അഥവാ നബിമാർക്ക് പറ്റാത്ത, പ്രവാചകന്മാർക്ക് പറ്റാത്ത, പ്രവാചക കുടുംബത്തിന് അനുവദനീയമല്ലാത്ത ആ വസ്തുത അഥവാ അതൊരിക്കലും എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ വരരുതി എന്ന് പരിശുദ്ധ പ്രവാചകർ വ്യക്തമായും ബോധിതനായി. ആ ബോധമുള്ളത് കൊണ്ടല്ലേ പരിശുദ്ധ പ്രവാചകർ സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുത്തത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഹറാം ഹലാലിനെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ടോ? അതാണ് കുടുംബത്തിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. സംശുദ്ധ ഭക്ഷണം തന്റെ കുടുംബത്തിന് കൂടെങ്കിൽ മാത്രമേ ശുദ്ധിയുള്ള കുടുംബമുണ്ടാകൂ. മാന്യമായ കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ സമ്പാദ്യത്തിലേക്ക് ഒന്നെത്തി നോക്കണം. അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന പണം, ആരാനെ വഞ്ചിച്ചുകൊണ്ട് സമ്പാദിക്കുന്ന പണം, സത്യത്തിന്റെ ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ അല്ലാതെ പണസമ്പാദനം നടത്തിയാൽ അതുകൊണ്ട് സംഭവിക്കുന്നത് ഈ കുടുംബത്തിൽ നമ്മൾ പറഞ്ഞാലും കേൾക്കാത്ത വിധം നമ്മുടെ മക്കൾ വൃത്തികേടിലേക്ക് വരും. ഭാര്യയ്ക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഭക്ഷണം ഹലാലല്ലെങ്കിൽ അവളുടെ രക്തത്തിലൂടെ സിരകളിലൂടെ ശരി ഹറാമിന്റെ രക്തമോടും. അവളെ മനസ്സ് മലിനമാകും. ആരാന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതിന് കുറ്റപ്പെടുത്തിയിട്ട് ഫലമുണ്ടോ? മക്കൾ നിങ്ങൾ ധിക്കരിച്ചു കൊണ്ടുപോകുന്നതിന് കുറ്റപ്പെടുത്തിയിട്ട് ഫലമുണ്ടോ? മക്കൾ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെയോ അല്ലെങ്കിൽ ആണിന്റെ കൂടെയോ ഒളിച്ചോടി പോകുന്ന അവസ്ഥാവിശേഷം പലപ്പോഴും ഉണ്ടാകാറില്ലേ കുടുംബങ്ങളിൽ? ഈ രീതിയിൽ താളഭംഗം വന്ന എത്രയോ കുടുംബങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? നമ്മുടെ സമൂഹത്തിൽ ശരിക്കും നിങ്ങൾ അയച്ചുപെറുക്കി പരിശോധിച്ചാൽ പൊട്ടിച്ചീറ്റി നിൽക്കുന്ന എത്ര കുടുംബ ബന്ധങ്ങൾ. മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയില്ലെങ്കിലും വീടിന്റെ അകത്ത് നടക്കുന്ന ഈ വേദനയുടെ ഒരുപാട് അലയൊലികൾ പലപ്പോഴും പൊട്ടിച്ചീറ്റലായി പുറത്തു വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയൂ. വിവാഹ ബന്ധങ്ങൾ പോലും എത്രയാ തകർന്നടിയുന്നത്. ഇനി ബോധമില്ലാത്ത പെൺകുട്ടികളെ പിടിച്ച് വിവാഹം കഴിപ്പിക്കൊടുത്തുകൊണ്ട് ചെറുപ്പക്കാരന്റെ ദുർനടപടികൾ കാരണം, അല്ലെങ്കിൽ പെണ്ണിന്റെ ഇസ്ലാമിക ബോധമില്ലായ്മയും അവരുടെ ബോധമില്ലാത്ത പ്രവർത്തനവും കൂടെ കുടുംബം താളം തെറ്റുന്നത്ര അവസ്ഥയുണ്ട്. എന്തേ ഇതൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ ഇസ്ലാം? അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ ഇസ്ലാം ഇതൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 10ാം തരം മദ്രസ വരെയെങ്കിലും നിങ്ങളെ പെൺകുട്ടി പഠിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ കുടുംബിനിയാകണമെന്ന് അവൾ പഠിക്കും, എങ്ങനെ കുടുംബത്തിൽ പെരുമാറണമെന്ന് അവൾ പഠിക്കും. ഇസ്ലാമിക ബോധം ഒരു കുഞ്ഞിനുണ്ടായാൽ ആ കുടുംബം നന്നാവും. എത്ര മാറ്റം! ഈയിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, അധ്യാപകൻ വഫിയ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ, അവിടെ പഠിച്ചു പുറത്തുപോയ പെൺകുട്ടികളെ പിന്നീട് വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്തി. അവരുടെ അനുഭവങ്ങളെ കുറിച്ച് ഒരു ചർച്ച നടത്തിയപ്പോ അധ്യാപക മുമ്പിൽ കുട്ടികൾ മനസ്സ് തുറന്ന് പറഞ്ഞു അത്രേ, വിവാഹം കഴിച്ചുകൊണ്ടൊരു വീട്ടിലെത്തുന്ന ഒരു പെൺകുട്ടി പരിശുദ്ധ റമദാനിൽ ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും വിശ്രമിക്കാൻ പോകുമ്പോ ഈ പെൺകുട്ടി ഇശാ നമസ്കാരാനന്തരം തറാവീഹിന്റെ വട്ടമൊരുക്കുന്നു. തറാവീഹ് നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു അത്ഭുതപ്പെടുന്നു. ചരിത്രകാരമായി ആ വീട്ടുകാർക്കത് പരിചയമില്ല, ആ വീട്ടിലെ സ്ത്രീകൾക്കത് പരിചയമില്ല. ആ പെൺകുട്ടി ഇമാമത്ത് നിൽക്കുന്നു, ആ വീട്ടുകാരനും അവിടെയുള്ള സ്ത്രീകൾ നിസ്കരിക്കുന്ന ഒരു പുതിയ അനുഭവം. ആ പെൺകുട്ടിയോട് അവർക്ക് സ്നേഹം കൂടുന്നു. ആ പെൺകുട്ടികളെ കണ്ടുകൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അതുപോലെ ആ വീട്ടിലെ കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുവാനും ഒരു ദീനിയായ ചുറ്റുപാടുണ്ടാക്കുവാനും അവർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു സവിശേഷത നോക്ക് നിങ്ങൾ. മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, ദീനിയായി പഠിക്കാൻ ഇങ്ങനെ അവസരം കിട്ടിയ ഒരു പെൺകുട്ടിയെ കണ്ടുകൊണ്ട് പറഞ്ഞു അത്രേ. ആ പെൺകുട്ടിയുടെ രക്ഷിതാവിൽപ്പെട്ട ഒരു ഉമ്മ പറഞ്ഞു അത്രേ, ഈ കോഴ്സിനെ പഠിച്ചൊരു പെൺകുട്ടി വന്നുകൊണ്ട് അനുസ്മരിക്കുന്നു. ആ ഉമ്മ ഈ കുഞ്ഞിനോട് പറഞ്ഞു അത്രേ, മോളെ എനിക്കിനി മരിക്കാൻ ഭയമില്ല, എനിക്കിനി മരിക്കാൻ എന്തായാലും മരിക്കും, പേടിച്ചിട്ട് ഫലമില്ല, പക്ഷെ ഇനി എനിക്ക് മരിക്കാൻ ഭയമില്ല. കാരണം ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി നീ എന്തെങ്കിലും ചൊല്ലും, നീ എന്തെങ്കിലും ദുആ ചെയ്യും, അതിന്റെ പ്രതിഫലം എന്റെ കബറിലേക്ക് എത്തുമല്ലോ എന്ന ഉമ്മയുടെ ആത്മനിർവൃതിയുടെ ഒരു ബഹിസ്ഫുരണം. അങ്ങനത്തെ മക്കളെ നമുക്ക് വേണ്ടേ? അങ്ങനത്തെ കുടുംബം നമുക്ക് വേണ്ടേ? ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ പിതാവ് തന്റെ കുഞ്ഞിന് ശരിക്കുള്ള അദബ് പഠിപ്പിച്ചു കൊടുത്താൽ, ഒരു ബാപ്പാക്ക് ഒരു കുഞ്ഞിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ പാരിതോഷികം അദബ് പഠിപ്പിക്കലാണ്.
നമ്മൾ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ കുട്ടിയെ? അതിന്റെ സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? എങ്കിലും നമ്മുടെ കുട്ടി നന്നാവും. അവരെ മാത്രം കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഫലമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് ധരിച്ചുകൊണ്ട് പിന്നെ ഉപദേശിക്കാതിരിക്കരുത്. ആ കുഞ്ഞിന്റെ പ്രവർത്തനം കൂട്ടുകാരൊക്കെ നമ്മൾ നിരീക്ഷിക്കണം. അവന്റെ കയ്യിലുള്ള മൊബൈൽ മുതൽ അവന്റെ ഇന്റർനെറ്റ് കണക്ഷൻ മുതലൊക്കെ നമ്മൾ നിരീക്ഷിക്കണം. ഒരു പരിധിവരെ നമുക്കതിന് കഴിയും. ഉത്ബോധനങ്ങളിലൂടെ അവനെ നന്നാക്കാൻ ഒരു പക്ഷേ നേരിട്ട് നമുക്ക് കഴിയില്ലെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല മാർഗമാണ് ഇത്തരം സംഘടനകളിലേക്ക് ആ കുട്ടികളെ വരുത്തുക. ഒരു സമയ സംഘടനാ പ്രവർത്തകനാകണമെന്നല്ല പറയുന്നത്. ഇത്തരം ഒരു നല്ല സംഘടനാ വലയത്തിൽ നിങ്ങളെ കുട്ടി നിന്നാൽ ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും. SKSSFകാരനായ ഒരു കുട്ടി ഒരിക്കലും മദ്യപാനിയാകില്ല. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ബാനറിൽ കുട്ടി നിൽക്കുന്നുവെങ്കിൽ ആ കുട്ടി ഒരിക്കലും സൈബർ സെല്ലിലെ കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെടില്ല. അവൻ തീവ്രവാദികളുടെ ഗണത്തിൽ പെടില്ല. നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്കൊരു പക്ഷേ ഉപദേശിച്ച് വലുതായ കുട്ടിയെ നിയന്ത്രിക്കാൻ പരിമിതികൾ ഉണ്ടാവും. നിങ്ങൾക്കൊരു പക്ഷേ സ്നേഹം കൊണ്ട് തന്നെ ശാസിക്കാൻ പ്രയാസങ്ങൾ ഉണ്ടാവും. അത്തരം ഒരു ഘട്ടം വരുമ്പോൾ ശാസിക്കരുതെന്നല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ കുട്ടികളെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും നല്ല മാധ്യമവും മാർഗവുമാണ് സംഘടനകൾ. SKSF ഉദ്ദേശിക്കുന്നത് കേവലം ഏതെങ്കിലും ഭാഗത്തെ എതിർത്തുകൊണ്ട് എതിർപ്പിന്റെ മുൾമുനകളിൽ നിർത്തിക്കൊണ്ട് സമൂഹത്തെ ആ രീതിയിൽ കൊണ്ടുപോകണമെന്നല്ല. അത് നിർവഹിക്കേണ്ട സമയത്ത് അത് നിർവഹിക്കും. ധാർമ്മികത നിർവഹിക്കേണ്ട സമയത്ത് അത് നിർവഹിക്കും. ഈ സംഘടനയുടെ 3 മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? വിജ്ഞാനം, വിനയം, സേവനം. കുട്ടിക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക, മതം ഭൗതികം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ വിനയശീലനാക്കുക, ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കുന്ന ആ സ്വഭാവം, സമൂഹത്തിൽ അനുസരണാശയം, അതുപോലെ സേവനം. ഇന്നത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക സേവനമാണ് ഇപ്പോൾ ഈ സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉണർത്തുപാട്ട് സമൂഹത്തോട് പറയാൻ ആരുണ്ട്? ആരാ സമൂഹത്തിൽ ഇത് വിളിച്ചു പറയാനുള്ളത്? നമ്മുടെ സമൂഹത്തിൽ ഈ ധർമ്മത്തിന്റെ ശബ്ദം മുഴങ്ങാൻ ആരുണ്ട്? എല്ലാ ചൂഷണങ്ങൾക്കുമെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രവർത്തനം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, മതപരമായും ഭൗതികമായും. അതിനുവേണ്ട സംവിധാനങ്ങൾ സമസ്ത കേരള ജമിയത്ത് ആർജിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ ചെറുപ്പക്കാർക്ക് മതഭൗതിക വിദ്യാ സമന്വയത്തിലൂടെ നല്ല ദിശാബോധം വെക്കണം. എല്ലാം മതമേഖലയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നു. ഭൗതിക മേഖലയിൽ അവർക്ക് ട്രെൻഡും അതുപോലെ തന്നെ ആവശ്യമായ കരിയർ ഗൈഡും ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമും എത്രത്തോളം അത് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ത്യ മഹാരാജ്യത്തെ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവിടാൻ അവർക്ക് സിവിൽ സർവീസ് പരിശീലനത്തിന് വേണ്ട സ്റ്റെപ്പ് മുതൽ സകല സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രതീക്ഷയുണ്ട് ഈ സമൂഹത്തിന്. ഈ പ്രതീക്ഷാ നിർഭരമായ പ്രവർത്തനം ചെയ്യുമ്പോഴും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ബാപ്പ മരിച്ചാൽ ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ, അത് 8ാമത്തെ ദിവസമാണെങ്കിലും ശരി, അത് ഏത് ദിവസമാണെങ്കിലും ശരി, 7 ആണെങ്കിലും 15 ആണെങ്കിലും, അത് ആഘോഷിക്കുവാൻ 40ന്റെ ദിവസമാണെങ്കിലും ആളുകൾ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്ത് ദുആ ചെയ്ത് ബാപ്പാന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കാൻ ഈ കുഞ്ഞ് പ്രതിജ്ഞാബദ്ധനാണ്. ആ പ്രതിജ്ഞാബദ്ധത നമ്മുടെ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ പിതാവ് കുഞ്ഞിനെ വളർത്തിയിട്ട് എന്താ കാര്യം? ആ ഒരു ബന്ധം, ആ ഒരു വൈകാരികത, അത് നമ്മുടെ കുഞ്ഞുങ്ങളെ നിലനിർത്താൻ ആവശ്യമായ സകല പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നു. അതാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത് മയക്കുമരുന്നിൽ നിന്നും മദ്യത്തിൽ നിന്നുമാണ്. ഏറ്റവും വലിയ അപകടമാണത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ എല്ലാം നശിപ്പിക്കുന്ന പ്രവർത്തനമെന്ന് പരിശുദ്ധ ദീൻ പറഞ്ഞു. മദ്യം ഒരാൾ കഴിച്ചാൽ അവന് വരാൻ പോകുന്ന അപകടമെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒന്നുമല്ലാതെയാകും. ഇസ്ലാമിക സമൂഹത്തെ ശരിക്കും ദീൻ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭൗതിക മേഖലയിലൂടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ആന്തരാവയവങ്ങൾ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് മദ്യം. അവന്റെ ആന്തരാവയവത്തിന് അപകടം വരുമെന്ന് മാത്രമല്ല, ആദ്യം അൾസർ വരും, അൾസർ പിന്നെ ക്യാൻസർ ആകും. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു കാർബണിക സംയുക്തത്തിന് ആ ബന്ധമുള്ള ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനം കൂട്ടിച്ചേർത്തുകൊണ്ട് സമൂഹത്തെ ഈ വൈകാരികതയിലേക്ക് കൊണ്ടുപോവുകയാണ്. 8ാം നൂറ്റാണ്ടിൽ കൂഫയിൽ ജീവിച്ച ജാബിർ ബിൻ ഹയ്യാൻ എന്ന് പറയുന്ന പ്രസിദ്ധ ചരിത്രകാരൻ, അയാൾ ആദ്യമായി തന്റെ ഒരു ഗവേഷണ നിരീക്ഷണത്തിന്റെ മധ്യേ ഈ വാറ്റുവിദ്യ എന്ന് പറയുന്ന പ്രവർത്തനത്തിലൂടെ ആദ്യമായി ആൽക്കഹോൾ അയാൾ കണ്ടുപിടിക്കുന്നത്. അയാളുടെ ഒരു നിരീക്ഷണത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണത്. അയാൾ ആ സാധനം കണ്ടുപിടിച്ചപ്പോൾ, ആൽക്കഹോൾ കണ്ടുപിടിച്ചപ്പോ അയാൾ അപ്പോൾ തന്നെ അതിന് കൊടുത്ത പേരാണ് അൽഔൽ. അറബിയിൽ ആൽക്കഹോൾ അൽഔൽ എന്നാണ് പറയുക. അൽഔൽ എന്നാൽ ആൽക്കഹോൾ. അൽഔൽ എന്ന അറബി പദത്തിന്റെ നേരെ അർത്ഥം എന്താ? നേരെ അർത്ഥം പ്രേതം അല്ലെങ്കിൽ പിശാച്ച്. അപ്പൊ ആൽക്കഹോൾ ഏറ്റവും വലിയ പിശാച്ച്. ആൽക്കഹോളിനെ പോലത്തെ പിശാച്ചിന്റെ പിടിക്കുക പിന്നെ വിടുക. ആ ആൽക്കഹോളിന് അഡിക്റ്റായി ഒരാൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിതം നശിച്ചിട്ടേ തിരിച്ചു വരും. അല്ലെങ്കിൽ അതുപോലത്തെ മാരക രോഗമുണ്ടാക്കി പിന്നെ ആ കുട്ടി തിരിച്ചു വരും. എന്തിനാ മക്കളെ നൈമിഷിക സുഖത്തിന് വേണ്ടി നമ്മുടെ ജീവിതം തന്നെ തകർത്ത് തരിപ്പണമാക്കുന്നത്? ഇസ്ലാം ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിച്ച ഒന്നല്ല ആരോഗ്യം. സലിൽ ആഫിയ എന്നാണ് പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി ദുആ ചെയ്യുമ്പോൾ 2 ദുആകളിൽ ആദ്യത്തെ 2 വാക്കെന്താ? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. നമുക്ക് ഏറ്റവും വേണ്ടത് സന്മാർഗമാണ്, നേരിന്റെ പാത. അടുത്ത ചോദ്യം എന്താ? വഅഫിനാ ഫീമൻ അഫൈത്. രണ്ടാമത്തെ ആരോഗ്യത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിച്ചു. ഇസ്ലാം ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചു. സലിൽ ആഫിയ എന്ന നിർദ്ദേശം ആഫിയത്തിനെ എപ്പോഴും ചോദിക്കണം. ആഫിയത്തിനെ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ആരോഗ്യപൂർണ്ണമായി, ഈ എല്ലാ ഇബാദത്തിനും ആഫിയത്ത് വേണ്ടേ? നിസ്കരിക്കണമെങ്കിൽ ആഫിയത്ത് വേണ്ടേ? നോമ്പ് നോൽക്കണമെങ്കിൽ ആഫിയത്ത് വേണ്ടേ? ഹജ്ജ് ചെയ്യാൻ ആഫിയത്ത് വേണ്ടേ?
സക്കാത്ത് കൊടുക്കണമെങ്കിൽ സമ്പാദ്യം ഉണ്ടാക്കാൻ ആഫിയത്ത് വേണ്ടേ? ആഫിയത്തില്ലെങ്കിൽ നമ്മളെ കൊണ്ട് എത്ര ആൾ ബുദ്ധിമുട്ടും. നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യം എന്തിനു നശിപ്പിക്കണം ഈ വൃത്തികേട് ചെയ്തുകൊണ്ട്? ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനം, ഹംറ് എന്ന് പറയുന്ന സാധനം, ഹംറ് കള്ള്, അതിന്റെ ഉപോൽപ്പന്നങ്ങൾ അല്ലെ ആൽക്കഹോളിന്റെ ഉൽപ്പന്നങ്ങൾ. ഹമറ എന്ന അറബി പദത്തിന്റെ അർത്ഥം മറയിട്ടു എന്നാണ്. മറയിട്ടു. അപ്പൊ ഹംറ് കഴിച്ചാൽ ബുദ്ധിക്ക് മറ വീഴും. ബുദ്ധിക്ക് മറ വീണാൽ ഉമ്മയും പെങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാകും. അവനാണ് മനുഷ്യമൃഗം. 2 കാലിൽ ഷാപ്പിൽ കയറിയാൽ 4 കാലിൽ തിരിച്ചറിയുന്ന മനുഷ്യൻ. എന്തിനാണ് ഈ വൃത്തികേട് നിൽക്കുന്നത്? ഇന്നിപ്പോ ഷാപ്പിൽ കയറി കുടിക്കാതെ ബെഡ്റൂമിൽ വെച്ച് കുടിക്കുന്ന സമൂഹം വർദ്ധിച്ചിരിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പള്ളിയിൽ വരെ കുടിച്ച ആളുകൾ വരുന്ന അവസ്ഥാവിശേഷം. പള്ളിയിൽ വരെ കുടിച്ച ആൾ അതൊരു പ്രശ്നമല്ലാത്ത പള്ളിയിൽ കുടിച്ചിട്ട് വരിക. നിക്കാഹിന്റെ സദസ്സിൽ പോലും മദ്യപിച്ച് വന്ന ആളുകളെ സമൂഹം കൈകാര്യം ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരു മഹൽ കമ്മിറ്റി നടന്ന സംഭവം ഞാൻ പലപ്പോഴും എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമെന്നുള്ള വിഷയം വന്നുകൊണ്ട് ആവർത്തിക്കാം. പ്രസിദ്ധമായ മഹല്ല് ചോദിക്കരുത്, ചോദിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്നത് ആ മഹല്ലത്തിന്റെ സൽപ്പേരിന്റെ കളങ്കമാണ്. സ്വകാര്യമാണെങ്കിൽ പറയാം. ആ മഹല്ലത്തിൽ ഒരു നിക്കാഹ് ചടങ്ങ്, പ്രമുഖ കുടുംബത്തിലെ നിക്കാഹ് ചടങ്ങ്. ആ നിക്കാഹ് ചടങ്ങിനെ സംബന്ധിച്ചുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞ് ഇറങ്ങി ഭക്ഷണത്തിന് വേണ്ടി വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ, അപ്പുറത്ത് ഒരുക്കിയുള്ള ഭക്ഷണത്തിന് പോകുന്ന സന്ദർഭത്തിൽ പള്ളിയിൽ നിക്കാഹ് കഴിഞ്ഞിറങ്ങുന്നു. പക്ഷേ സാക്ഷി ഒപ്പിടേണ്ട സമയത്ത് വരന്റെ ഭാഗത്തുനിന്ന് ഒരു സാക്ഷിയും വധുവിന്റെ ഭാഗത്തൊരു സാക്ഷിയുമാണ് സാധാരണ നമ്മൾ ഒപ്പിടിക്കാൻ. 2 സാക്ഷി മതി. അതെങ്ങനെയാണ് ഇവിടെ സാക്ഷികൾ ഒപ്പിടിക്കാൻ വരന്റെ ഭാഗത്തുനിന്നുള്ള സാക്ഷി ഒപ്പിട്ടില്ല എന്ന് പറയുമ്പോൾ അവരൊക്കെ അറിയത്തോടെ ഇറങ്ങിപ്പോയി. പക്ഷെ മോദിൻ പെട്ടെന്ന് കണ്ടുപിടിച്ചു. അയാൾ ഈ പേപ്പർ നോക്കിയിട്ട് വരന്റെ പാർട്ടിയോട് പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്തെ സാക്ഷി ഒന്ന് ഒപ്പിടണമല്ലോ. അപ്പോഴേക്കും എല്ലാവരും പള്ളിയിൽ നിന്നിറങ്ങി. അവരെല്ലാം നിർദ്ദേശിച്ചു, നീ കയറി ഒപ്പിട്ടോ. അവൻ കയറി. അവൻ ചോദിച്ചു, വീണ്ടും പള്ളിയിൽ കയറി എവിടെ ഒപ്പിടണമെന്ന് ചോദിച്ചു. ഇരുന്ന് ഒപ്പിടാൻ വേണ്ടി അവൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവൻ ഒപ്പിടേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു. കാരണം അവന് പരിചയമില്ലല്ലോ. ഈ മുഅദ്ദിൻ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവന്റെ കൂടെ പള്ളിയിലിരുന്നു. 2 പേരും ഒരുമിച്ചിരുന്നപ്പോൾ ചുരുക്കാണിച്ചു കൊടുത്തപ്പോ 2 പേരുടെയും മുഖം ഒരുപോലെ വന്നു. ഒരേ ദിശയിൽ മുഖം വന്നപ്പോൾ ചെറിയൊരു വാസന ഇയാൾക്ക് അനുഭവപ്പെട്ടു. ആ വാസന അനുഭവപ്പെട്ടപ്പോൾ അവൻ ഒപ്പിടുന്ന സമയത്ത് അയാൾ ഒന്നുകൂടി അടുത്തു പോയി അവൻ കാണാൻ വാസനിച്ചു, ഉറപ്പിച്ചു, മദ്യപിച്ചു. വിദേശ മദ്യത്തിന്റെ വാസന. ഒപ്പിട്ട് കഴിഞ്ഞ് പേപ്പർ വാങ്ങിയിട്ടുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇയാളവന്റെ കൈ പിടിച്ചൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് പള്ളിയുടെ ചെവിലുള്ള റൂമിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ആമുഖമില്ലാതെ ഒറ്റ ചോദ്യം, കുടിച്ചിട്ടല്ലേ? പെട്ടെന്നുള്ള അവിചാരിതമായ ചോദ്യം ഇവൻ ഞെട്ടിപ്പോയി. പതർച്ച, ഒന്നും പറയാൻ വയ്യ. ആ പതർച്ചയിൽ നിന്ന് മുക്തനായി അവൻ പറഞ്ഞു, ഉസ്താദെ എന്നെ മാത്രം കുറ്റപ്പെടുത്തല്ലേ. ആ സദസ്സിൽ പുതിയാപ്പളടക്കം 8-10 ആൾ കുടിച്ചിട്ടുണ്ട്, ഞാൻ മാത്രമല്ല. ഒരു തെറ്റ് ചെയ്താൽ മറ്റുള്ളവരെ കൂട്ടിച്ചേർത്താൻ ഒരു ആശ്വാസം കിട്ടുമല്ലോ. അതൊരു പൊതു സ്വഭാവം. അപ്പൊ ഇയാൾ ചോദിച്ചു, അതെങ്ങനെ? പള്ളിയിൽ നിക്കാഹിന് വരുന്ന സമയത്ത് 8-10 പേര് കുടിക്കുക, അതെങ്ങനെയാണ്? അവൻ വിശദീകരിച്ചു. പുതിയാപ്പളയെ ഡ്രസ്സ് ചെയ്യിക്കുക എന്നുള്ളൊരു ഏർപ്പാടുണ്ടല്ലോ. ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടി അവന്റെ കൂട്ടുകാർ മുഴുവൻ വന്നു. റൂമിന്റെ ഉള്ളിൽ കയറി. താഴത്ത് ഉസ്താദുമാരൊക്കെ വന്ന് പള്ളിയിലേക്ക് പുതിയാപ്പള ഇറങ്ങാൻ വിട്ടുന്ന ഉസ്താദ് കൊണ്ടുവന്ന് ദ്വാരപ്പിച്ചിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അതിനേക്കാൾ വലിയ ബക്കത്തുള്ള പണി വരും മുകളിലിരിക്കുക. ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ അരയിൽ ഒരു കുപ്പി തിരികെ കൊണ്ടുവന്നു. നല്ലൊരു ദിവസമല്ലേ, ഒന്ന് ആഘോഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കുടിച്ചു. അവസാനം കുപ്പി എന്റെ കയ്യിൽ തന്നു. ഞാനത് ഊറ്റിപ്പിടിച്ചപ്പോൾ ലേശം കൂടിപ്പോയിട്ടുണ്ടാകാം, അല്ലാതെ കൂടുതൽ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിഷ്കളങ്കനായി ആ കുട്ടി വളരെ നല്ല നിലക്ക് പറഞ്ഞു. ഇയാളത് അറിഞ്ഞു. വിഷയം പുറത്തായി. അങ്ങനെ പിറ്റേ ദിവസം അങ്ങാടിയിൽ ചർച്ചയായപ്പോൾ ആ മഹല്ലിനും ഈ കുടുംബത്തിനും മോശമായി. അവസാനം കമ്മിറ്റി യോഗം അടിയന്തരമായി വിളിച്ചു. അടിയന്തര കമ്മിറ്റി യോഗം വിളിച്ച് ചർച്ച എന്താ? ഈ വിഷയമാണ്. ചർച്ചക്കൊടുവിൽ ഈ കുടുംബത്തിൽ ബന്ധപ്പെട്ടൊരു കാരണവർ ആ സദസ്സിലുണ്ട്. അയാൾ കമ്മിറ്റിയിലെ പ്രമുഖനാണ്. അവസാനത്തെ തീരുമാനം എന്താ? ഇന്നത്തെ ചെറുപ്പക്കാരായ കുട്ടികൾ കുറച്ചൊക്കെ കുടിച്ചു എന്ന് വരും, അത് സ്വാഭാവിക. അങ്ങനെ ആൾ കുടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതൻ അത് പുറത്തു പറയാൻ പാടുണ്ടോ? അയാൾ ചെയ്തത് തെറ്റല്ലേ? ഉടനെ മിനിസിലേക്ക് തീരുമാനമിട്ടു മുഅദ്ദിനെ പിരിച്ചുവിടാൻ. ആ തീരുമാനമെടുത്തതോടുകൂടി ആ മുദരിസ് ഈ വിഷയം അറിഞ്ഞ മുദരിസ് അവിടുന്ന് രാജിവെച്ചു. ആ മുദരിസും മുഅദ്ദിനും രാജിവെച്ച് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ആ കൺവെൻഷനിൽ ഈ മുദരിസ് പ്രസംഗിക്കപ്പെടാൻ ഞാൻ ഈ വിഷയം കേൾക്കുന്നത് ഓർക്കണം നിങ്ങൾ. അത്ഭുതപ്പെട്ടു പോയി. അയാൾ പ്രസംഗിച്ചു. ഞാൻ അവിടുന്ന് പിരിഞ്ഞു പോരാൻ ഇതാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അന്തസ്സോടെ പ്രസംഗിച്ചു. അയാള് കൊരങ്ങനെ ഏണി വെച്ച് കൊടുക്കുന്ന ഈ തമ്മാടിത്തം മഹല്ല് കമ്മിറ്റി ചെയ്താൽ, ഈ കുട്ടികൾ കള്ളു കുടിച്ചതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഒരാളെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? ഈ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് സമൂഹം പോകാൻ പാടുന്ന മദ്യപാനം മയക്കുമരുന്ന് പെരൂലേ? അല്ലെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. തഫ്സീൽ, ആധുനിക തഫ്സീൽ കാണാം. കള്ള് എന്ന് പറയുന്ന, മയക്കുമരുന്ന് എന്ന് പറയുന്ന ഇതിന്റെ ഏതെങ്കിലും ഒരു അംശം നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ ആ ഉപയോഗത്തിലൂടെ വരാൻ പോകുന്നത് തുടക്കം മുതൽ സംഭവിക്കുന്ന സംഭവം ആരോഗ്യ സിഹിയ, ശഖ്സിയ, മാലിയ, ഇജ്തിമാഇയ, ദീനിയ 5 നിലക്ക് മാരകമായി ബാധിക്കുന്ന തഫ്സീർ പറയുന്നത്. ശഖ്സിയത്ത് എന്ന് പറഞ്ഞ വ്യക്തിത്വം, പേഴ്സണാലിറ്റി. കള്ള് കുടിച്ചു നോക്കിയാൽ ആ മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഉണ്ടോ? പിന്നെ എത്ര നല്ലവനാണെങ്കിലും, എത്ര വലിയ പൊതുപ്രവർത്തകനാണെങ്കിലും, എത്ര നല്ല മനുഷ്യനാണെങ്കിലും ശരി, ആളുകൾ ചുരുങ്ങിയതൊരു വാക്കിന് പറയും, രാത്രി അവന്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ, അത് ലേശം കൊള്ളില്ലാത്ത ഏർപ്പാടാണ്. അവന്റെ പേഴ്സണാലിറ്റി പോയില്ലേ? അവനുമായി ഇടപാട് നടത്താനോ
അവനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കോ? അവന്റെ കുടുംബത്തിലേക്ക് വിവാഹം നടത്തുമ്പോൾ പറയില്ലേ, സംഗതി കുടിക്കുന്നവന്റെ മോനാ, പറയില്ലേ? അതാണ് അവന്റെ ശഖ്സിയത്തിന്റെ പേഴ്സൺ. ഒരു വ്യക്തിക്ക് ഏറ്റവും വലുത് അവന്റെ പേഴ്സണാലിറ്റിയാണ്. വ്യക്തിത്വം നശിച്ചാൽ പിന്നെ മനുഷ്യനില്ലല്ലോ. അതുകൊണ്ട് വ്യക്തിത്വം നഷ്ടപ്പെടും. ഒന്ന്. രണ്ടാമത്തതോ ശഖ്സിയത്ത് പോലെ തന്നെ ശരിയ ആരോഗ്യപരമായി സംഭവിക്കാൻ പോകുന്നത്, ആദ്യം അവന്റെ വയറ്റിൽ അൾസർ എന്തായാലും ഉണ്ടാകും, കരൾ നശിക്കും, ആന്തരാവയം നശിച്ച് തലച്ചോറിന്റെ ഓർമ്മശക്തിയൊക്കെ പോയി പിന്നെ അവരൊന്നും വരുത്തവനാവും. അവസ്ഥയെ കുറിച്ച് ഇപ്പൊ വിശദീകരിക്കാൻ പറ്റിയ ഒരു വിഷയം മാത്രമല്ലല്ലോ ഇവിടെ ചർച്ച. മൂന്നാമത്തേത് പ്രധാനമായി വരുന്നത് ഇജ്തിമാഇയ, സാമൂഹ്യനാശം. ഒരു കള്ളുകുടിയൻ ഇവിടെ ഉണ്ടായാൽ ആ സമൂഹത്തിന് ആകെ നാശം. അവൻ എന്തൊക്കെ കുഴപ്പമുണ്ടാക്കും? സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റുമോ? മാന്യമാർക്ക് അവന്റെ മുമ്പിലൂടെ പോകാൻ പറ്റുമോ? അവന്റെ തെറിപ്പാട്ടും അവന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങളും അവന്റെ കടന്നുകയറ്റവും സമൂഹത്തിന് സഹിക്കാൻ പറ്റുമോ? അതാണ് സാമൂഹ്യനാശം. ഒരു മദ്യപാനിയെ കൊണ്ട് സമൂഹത്തിൽ വലിയ നാശം ഉണ്ടാവുന്നുണ്ട്. എത്ര കുടുംബങ്ങൾ തകരുന്നു. അതുപോലെ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ശഖ്സിയ, മാലിയ, അതുപോലെ തന്നെ ഇജ്തിമാഇയ, അതുപോലെ സിഹിയ. ഈ ഇജ്തിമാഇയായ നാശം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും കാണുന്നുണ്ട് ഇവിടെ നടക്കുന്ന പല കൊലപാതകങ്ങളും, അതുപോലത്തെ കൊട്ടേഷ സംഘങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളും ഈ മദ്യത്തിന്റെ അടിമകളാണ്. കള്ള് കൊടുത്ത് ജനസമൂഹത്തെ വളർത്തിയിട്ട് അവരെയാണ് കൊട്ടേഷൻ സംഘമായി ഉപയോഗിക്കുന്നത്. പച്ച മാംസം നേരിട്ട് വെട്ടി ഒരു ബന്ധവുമില്ലാതെ നിഷ്കളങ്കനായ മനുഷ്യനെ കഴുത്തറുത്ത് കൊല്ലാൻ സ്വാഭാവികമായും ഒരു മനുഷ്യജീവിക്ക് കഴിയില്ല. അതേ സമയത്ത് ഇവനെ മദ്യം കൊടുത്തുകൊണ്ട് അവനെ വിജൃംഭിപ്പിച്ചുകൊണ്ട് ആ രീതിയിലാക്കി തീർക്കുകയാണ്. നിരന്തരമായി മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് ഈ കുട്ടിയെ അവിടേക്ക് എത്തിക്കും. അവനെ സ്ഥിരമായി സ്വാധീനിച്ചുകൊണ്ട് അവന് കൊക്കൈൻ പോലെയുള്ള, അതുപോലെ ഏതെങ്കിലും വീര്യമുള്ള വിഷയം കൊടുക്കും. മോർഫിനൊക്കെ കൊടുക്കും. ഈ കുട്ടിക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുത്ത് ഈ കുട്ടിക്ക് ഈ വീര്യം ആവശ്യമാണ് എന്ന ഘട്ടത്തിൽ അവൻ എത്തിക്കും. അതില്ലാതെ അവന് ജീവിക്കാൻ കഴിയില്ല എന്നൊരു ഘട്ടത്തിൽ അവൻ എത്തുമ്പോ അവനോട് പറയും, ഇനി നിനക്കത് കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പറഞ്ഞത് ചെയ്യണം. അവൻ ചെയ്യാൻ നിർബന്ധനാവും. സ്വന്തം പിതാവിനെ കൊല്ലാൻ പറഞ്ഞാലും അവൻ പോയി കൊല്ലും. നിങ്ങളെ കുട്ടി രഹസ്യമായി മദ്യപിക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടി അത്തരം കമ്പനികളിൽ പെട്ടിട്ടുണ്ടോ? പരിശോധിക്കണം. അപകടം വരും. നമ്മുടെ ഇടയിലൊക്കെ മയക്കുമരുന്നിന്റെ ക്ലിയർമാരുണ്ട്. കാരണം അത് കൈമാറി കൊണ്ടുപോയി കൊടുത്താൽ വലിയ പണം കിട്ടും. അതാണല്ലോ നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ. പണമുണ്ടാക്കാൻ എന്ത് വൃത്തികേട് മനുഷ്യൻ ചെയ്യും. ഇന്നത്തെ പത്രത്തിലും അതാ ഹെയർ ഹോസ്റ്റസ്മാർ ഇറങ്ങി വരുമ്പോ സ്വർണം കൊണ്ടുവന്നുകൊണ്ട് പിടിയിലായിരിക്കുന്ന വാർത്ത. പെട്ടെന്ന് പണക്കാരനാകാൻ എന്താ മാർഗം? അതാ സമൂഹം നോക്കുന്നത്. അതിനുവേണ്ടി മയക്കുമരുന്ന് വിൽക്കും. പക്ഷേ നേരായ മാർഗത്തിലൂടെ അല്ലാതെ പണമുണ്ടാക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച ഉത്ബോധനമോ എന്റെ മനസ്സിൽ രൂഢമൂലമായ ഈ വൃത്തികേടുന്നവൻ പിന്തിരിഞ്ഞു പോരൂലേ? ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിൽ മനുഷ്യന്റെ മനസ്സ് അത് ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നവനാണെങ്കിലും, നിക്ഷേപ തട്ടിപ്പ് കൊണ്ടുവന്ന് പണമുണ്ടാക്കുന്നവനാണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ അഡ്മിഷൻ പ്രശ്നത്തിന് വേണ്ടി പണം വാങ്ങി പണമുണ്ടാക്കുന്നവനാണെങ്കിലും, സരിത ചെയ്തതുപോലെ സോളാർ തട്ടിപ്പ് നടത്തുകയാണെങ്കിലും, മുടി മുക്കി വിറ്റുകൊണ്ട് തട്ടിപ്പ് നടത്തുകയാണെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല. ഈ സമൂഹത്തിൽ ഈ വഞ്ചന നടത്തുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ ദീനീബോധമില്ലായ്മയുടെ ഫലമാണ്. അള്ളാഹുവിനെ പേടിയില്ലാത്ത ആളുകൾ ചെയ്യുന്ന തെമ്മാടിത്തമാണതൊക്കെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ ഈ കൊച്ചു കേരളത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കി വെച്ച പ്രൗഢിമൊക്കെ നിങ്ങൾ ഏതൊന്നുമാർക്കും അറിയില്ലേ? നിങ്ങളെ കബറിങ്ങ വന്ന് ദ്വാരക്കാൻ പറ്റുന്ന കുറച്ച് കുട്ടികൾ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന കുറച്ച് മക്കള്. ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും ബാപ്പ മരിച്ച ദിവസം അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച വരുമ്പോ ഒന്ന് ദ്വാ ചെയ്യാനുള്ള മനസ്സുണരും. അതുപോലെ നമ്മുടെ ചെറുപ്പക്കാർ വെള്ളിയാഴ്ചയെങ്കിലും കബറിന്റെ സമീപത്ത് വരും. ഈ ഒരു സാംസ്കാരിക ചിത്രം ഇവിടെ കൊച്ചു കേരളത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കി തീർത്തത് സമസ്തയല്ലേ? ദ്വാരക്കണ്ട എന്ന് പറയുന്നവർക്കിടയിൽ, മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ട് ഫലമില്ലെന്ന് പറയുന്ന ആളുകൾക്കിടയിൽ, മദ്യപാനവും വ്യഭിചാരവും തമ്മാടിത്തവും കൊണ്ടു നടക്കുന്നവർക്കിടയിൽ ഇങ്ങനെ ഒരു വേറിട്ട സംസ്കാരത്തിന്റെ മണിമുത്തുകളെ സൃഷ്ടിച്ചെടുത്തതിൽ നമ്മുടെ ആലിമ്യങ്ങൾക്ക് പങ്കില്ലേ? ഈ വാപ്പാക്കും ഉമ്മാക്കും ഈ സമസ്തയോട് കടപ്പാടില്ലേ? ഇല്ലെങ്കിൽ പിന്നെ ആരോടാ നിങ്ങൾക്ക് സമൂഹത്തിൽ കടപ്പാടുള്ളത്? നമ്മുടെ കുട്ടിയെ നമുക്ക് ഉപകാരപ്പെടുന്ന കുട്ടിയാക്കി മാറ്റി തന്നത് ഈ മുഅല്ലിമീങ്ങളല്ലേ? ആ മുഅല്ലിമീങ്ങളെ കോർത്തിണക്കിക്കൊണ്ടൊരു സംവിധാനം ഉണ്ടാക്കിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലേ? അതുതന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വരച്ച സാമൂഹ്യ വിപ്ലവം. അതാണ് അതിന്റെ രാജപാത. ആ രാജപാതയിലേക്ക് ഇടയ്ക്ക് കടന്നു വന്ന ചില ആളുകൾ ഇതിന്റെ വിശ്വാസത കെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതേക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ വളരെ വ്യക്തമായ ദൃശ്യങ്ങൾ ഇവിടെ കാണിക്കാനിരിക്കുന്നത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളെ പറയുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്നേ അവരുടെ ക്രെഡിറ്റ്, സമസ്ത എന്ന് പറയുന്ന സംഘടനയുടെ മഹത്വം, അതിന്റെ വിശ്വാസ്യതയില്ല. ആ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രത്യേകത പോയി. ഒരു സംഘടനക്കുമില്ലാത്തൊരു വിശ്വാസ്യത. ഒന്ന്, അതിന്റെ ആദർശത്തിന്റെ മഹത്വം. രണ്ട്, അതിന്റെ നേതൃത്വത്തിന്റെ വിശുദ്ധി. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പൂർവിക ആലിമ്യങ്ങളുടെ ജീവിതക്രമങ്ങളൊക്കെ നോക്ക് നിങ്ങൾ. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്യത്ത് ഉസ്താദിനെ കണ്ടു വളർന്നവരല്ലേ നമ്മൾ? പ്രസ്ഥാനത്തിന്റെ വളർച്ചക്കോ പ്രൗഢിക്കോ വേണ്ടി ഒരു കളവ് പറയുന്നത് പോയിട്ട് ശുഭഹത്തിന്റെ മുതല പോലും തൊടാത്തൊരു മനുഷ്യൻ. ആരെങ്കിലും ഒരു സംഭാവന കൊടുത്താൽ അതിന്റെ ന്യായാന്യായ പരിശോധനയ്ക്ക് ശേഷം മാത്രം സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വെളിപ്പാടകലെ ജീവിച്ച കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ
ഒരു 10 രൂപ നിങ്ങൾ ചുരുട്ടി കൊടുത്താൽ അദ്ദേഹത്തിന്റെ 3 ചോദ്യം ഉടനെ വരും. എന്താ നിനക്ക് ജോലി? എത്രയാ നിനക്ക് ശമ്പളം? എന്തിനാ എനിക്കിത് തരുന്നത്? ഈ 3 ചോദ്യത്തിന് സംതൃപ്തിദായകമായ ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞാൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും. അതെന്തിനാ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പരിശുദ്ധ മുതലുകൾ മാത്രമേ സ്വീകരിക്കൂ. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ വലിയ തുകയാണെങ്കിൽ അപ്പോൾ തന്നെ വീട്ടുകാരെ വിളിച്ചതൊക്കെ അപ്പൊ തന്നെ വീതം വെക്കുന്നത് കാണാൻ കഴിയും. തന്റെ ജീവിതത്തിൽ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യൻ, അത്ര വൃത്തിയും ശുദ്ധിയും ജീവിതത്തിൽ സൂക്ഷിച്ച മഹാൻ. ആ മഹാൻ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിച്ചു. അത്ര വലിയ സൂഫിയാക്കളൊക്കെ എന്തിനാ സമത്വക്ക് വേണ്ടി പ്രവർത്തിച്ചത്? സമത്വക്ക് വേണ്ടി പ്രവർത്തിക്കൽ ഒരു അനിവാര്യ കാര്യമായതുകൊണ്ട് തന്നെ. പ്രവർത്തന രംഗത്ത് നിന്ന് പിന്മാറാൻ ശ്രമിച്ച ആളുകളെ പോലും അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇങ്ങോട്ട് തിരിച്ചുവിട്ടു. ഞാൻ വെറുതെ ആലങ്കാരികമായി പറഞ്ഞതല്ല. ഒറ്റ ഉദാഹരണം പറയട്ടെ. മഹാനായ CH ഐദ്രോസ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. CH ഐദ്രോസ് മുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട CH ഉസ്താദ് അദ്ദേഹത്തിന്റെ 2 പ്രധാന ഗുരുനാഥന്മാർ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ വന്നപ്പോൾ അഖില കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് പോയി. 2 പ്രധാന ഗുരുനാഥന്മാർ അഖില കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് പോയപ്പോൾ അതിന്റെ മനസ്സിലൊരു പ്രയാസം ഉണ്ടായി. ഇനി എങ്ങനെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കുക? എന്റെ 2 ഗുരുനാഥന്മാർ അപ്പുറത്താണ്. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, ഉസ്താദുമാർ ധിക്കരിച്ചുകൊണ്ട് സമത്തിൽ പ്രവർത്തിക്കാനും വയ്യ, എന്നാൽ സമത്തിൽ പ്രവർത്തിച്ചാൽ അഖില കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. സമത്തിൽ പ്രവർത്തിച്ച് എനിക്ക് അഖിലയിലേക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ട് തൽക്കാലം നിർത്താം. ഈ വിഷയം അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ കൈ പിടിച്ചുകൊണ്ട് നടന്ന് സംഘടനാ പ്രവർത്തനം പഠിപ്പിച്ച ഒരു പിതാവിനെ പോലെയാണ് ഐദ്രോസ് മുസ്ലിയാർ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആ മഹാനുഭാവൻ നേരെ പോയി തന്റെ ആത്മീയ ഗുരുവായ ചാപ്പനങ്ങാടി ബാപ്പുസ്ലാരുടെ അടുത്തേക്ക്. ചാപ്പനങ്ങാടി ബാപ്പുസ്ലാരെ കണ്ടു. കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ ചാപ്പനങ്ങാടി ബാപ്പുസ്ലാർ ഒറ്റ വാക്ക് പറഞ്ഞു തരേ, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ വലിയ പൂർവികരായ ആലിമീങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ടാക്കിയതാണ്. ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കൽ നമ്മുടെ കടമയാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കണ്ട. സമത്വക്ക് വേണ്ടി ഒരു ഖാദിമിനെ പോലെ പ്രവർത്തിക്കണം. ഒരു കത്ത നിർദ്ദേശം. അന്ന് മുതൽ CH ഐദ്രോസ് മുസ്ലിയാരുടെ മനസ്സിൽ ആശങ്ക നീങ്ങി. ആരെവിടെ പ്രവർത്തിച്ചാലും ഞാൻ സമതയിൽ പ്രവർത്തിക്കും. ആ മഹാനുഭാവൻ ഊക്കോയത്തങ്ങൾ സുന്നി യുവന സംഘത്തിന്റെ തലപ്പത്ത് വന്നപ്പോ ദർശന കിതാബ് പോലും നിർത്തിവെച്ചുകൊണ്ട് ഓർഗനൈസറായി ഇടങ്ങി നടന്ന് ഗ്രാമാന്തരങ്ങളിൽ സുന്നി യുവന സംഘത്തിന്റെ യൂണിറ്റുകൾ ഉണ്ടാക്കി ഈ സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു. വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഖണ്ഡന പ്രസംഗത്തിലൂടെ ഈ പ്രധാനത്തിന്റെ മുന്നേറിക്കുവാൻ സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് കൂടി നടക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പുഷ്പിത കാലഘട്ടമുണ്ടായിരുന്നു. നിരന്തരമായ ഖണ്ഡന മണ്ഡങ്ങൾ. മഹാനുഭാവന്റെ വാക്തോർക്കുമ്പിൽ മറ്റുള്ളവർ പതറിപ്പോയി. ചില സ്ഥലത്ത് കേസ് വന്നു, കുഴപ്പമുണ്ടായി, ബഹളമുണ്ടാക്കി. ചില ആളുകൾ അത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഒരു പൊതു സ്വഭാവം, നേരിന്റെ ശത്രുക്കളുടെ പൊതു സ്വഭാവം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അത് കേട്ടാൽ വീണുപോകും കരുതിയപ്പോ ശത്രുക്കൾ പോലും വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. നിങ്ങൾ ഒരിക്കലും ഖുർആൻ കേൾക്കരുത്, നിങ്ങൾ കേൾക്കരുത്. ശത്രുക്കൾ കൊടുത്ത നിർദ്ദേശം അത് ഖുർആൻ ശരിയല്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഖുർആൻ കേൾക്കണ്ടെന്നേ പറഞ്ഞുള്ളൂ. അഥവാ കേട്ടാലോ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ, ഖുർആൻ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ബഹളമുണ്ടാക്കണം, അത് കേൾക്കാൻ സമ്മതിക്കാത്ത അവസ്ഥ ഉണ്ടാക്കണം എന്നതുപോലെ വാണിയമ്പലത്തിന്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ അവസരമില്ലാതെ ബഹളം പലരും. അങ്ങനെ അദ്ദേഹത്തിന് തന്നെ മനസ്താപമുണ്ടായി. എന്തിന് ഈ ബഹളത്തിന് പോകണം? നിർത്താം. മനസ്സിൽ തീരുമാനിച്ചു, സമത്വ പ്രവർത്തനം നിർത്തിവെക്കാം. ഇനി ഒരു ദർസ് ഓതിക്കൊണ്ട് ദർസ് നടത്തിക്കൊണ്ട് കുട്ടികൾക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കാം, വേറെ യോഗത്തിനൊന്നും പോകണ്ട. ഒരു മനപ്രയാസം ഒതുങ്ങിക്കൂടാൻ തീരുമാനം. മനസ്സിലാ തീരുമാനമെടുത്തു. അങ്ങനെ പെട്ടെന്ന് ഒതുങ്ങാൻ കഴിയില്ലല്ലോ. യോഗത്തിന്റെ എണ്ണമൊക്കെ കുറച്ച് കൊണ്ടുവരികയാണ്. അക്കൂട്ടത്തിൽ കോഴിക്കോട്ടിൽ യോഗം. കോഴിക്കോട്ടിൽ യോഗം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങുന്നത് ചാപ്പനങ്ങാടി ബാപ്പുസ്ലാരുടെ കാറിലാണ്. ചാപ്പനങ്ങാടി ബാപ്പുസ്ലാരുടെ കാറിൽ മടങ്ങി വെള്ളുവമ്പുറത്ത് വെച്ച് അദ്ദേഹം ഇറങ്ങി മഞ്ചേരിയിലേക്ക് ബസ് കയറി പോകണം. ചാപ്പനങ്ങാടി ബാപ്പുസ്ലാർ നേരെ തന്റെ വാഹനത്തിൽ മലപ്പുറം വഴി ചാപ്പനങ്ങാടിക്ക് പോകണം. പക്ഷെ വെള്ളുവമ്പുറത്തെത്തിയപ്പോൾ വാണിയമ്പലം ഉസ്താദ് ഇറങ്ങാൻ സമ്മതം ചോദിച്ചപ്പോ ഡ്രൈവറോട് ചാപ്പനങ്ങാടി ബാപ്പുസ്ലാർ പറഞ്ഞവത്രേ, വാണിയമ്പലത്തെ ഇവിടെ ഇറക്കണ്ട, മഞ്ചേരിയിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട് പോകണം. മഞ്ചേരിയിൽ നിന്ന് വാണിയമ്പലത്തിന് ഒരു ചായ വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞു. മഞ്ചേരി പോയിട്ട് ചായ വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞു. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പുസ്ലാരാ പറയുന്നത്. ഇത് വാണിയമ്പലം ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട് ചാപ്പനങ്ങാടി ബാപ്പുസ്ലാരുടെ സ്മരണികയിലൂടെ. മഞ്ചേരിയിൽ ചെന്ന് അവിടെ നിന്നൊരു ചായ വാങ്ങി 2 പേരും കുടിച്ച് ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് എന്റെ കാശ് ചാപ്പനങ്ങാടി ബാപ്പുസ്ലാർ നിർബന്ധപൂർവ്വം കൊടുത്ത് പോകുമ്പോ വാണിയമ്പലത്തിന്റെ പുറത്ത് കുട്ടിയിട്ട് പറഞ്ഞു, രംഗത്തുനിന്ന് മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട, ഉറച്ചു നിൽക്കണം, ഇത് സമത്വയാണ്. ഞെട്ടിപ്പോയി വാണിയമ്പലം ഉസ്താദ്. കാരണം അങ്ങനെ ഒരു വിവരം അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് അങ്ങനെ ഒരു മാറുന്ന വിഷയം പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ വരെ ഈ രംഗത്തുനിന്ന് മാറുന്ന ആളുകളെ ആത്മീയമായി പ്രചോദിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാ? ഇത് കുടുംബത്തിനും മാതാവിനും പിതാവിനും സമൂഹത്തിനും ഉപകാരമുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നതുകൊണ്ടാണ്. ഇതുകൊണ്ട് ആരും മുതലെടുത്ത ചരിത്രമില്ല. മുടിക്കാരല്ലാതെ ആരും ഇതുകൊണ്ട് മുതലെടുത്തിട്ടില്ല. അതങ്ങനെയാണ്.
അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവത. ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തുടക്കക്കാരെയും നോക്കണം, അതുകൊണ്ട് മുതലാക്കിയ ആൾക്കാരെയും നോക്കണം. വാർത്ത കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, തുടങ്ങിയവർ പ്രസംഗിച്ചെന്നുണ്ടാവും, വേറെ സ്ഥലം മുതലായവർ പ്രസംഗിച്ചെന്നുണ്ടാവും, തുടങ്ങിയവരുണ്ടാവും, മുതലായവരുണ്ടാവും. ഏത് സംഘടനയിലും അത് മനസ്സിലാക്കണം നിങ്ങൾ. ആ മുതലാക്കിയ ആളുകൾ ഈ പ്രസ്ഥാനം കൊണ്ട് മുതലാക്കിയ ആളുകളാ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്താ? ഈ സമൂഹത്തിലെ മുഴുവനുള്ള സമൂഹത്തിന്റെ വിശ്വാസ്യത നശിപ്പിച്ചു. ഏറ്റവും വലിയ വിശ്വാസ്യത. കണ്ണിയത്ത് ഉസ്താദിന് സംശയമുള്ള ഒരു മനുഷ്യന് ഇവിടെ ഇല്ലല്ലോ. ഒരാൾക്കും കണ്ണിയത്ത് ഉസ്താദിന്റെ മഹത്വത്തിൽ യാതൊരു സംശയവുമില്ല. ആ മഹാനായ മനുഷ്യനെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന് അത്തും വിത്തുമാണ് എന്ന് പറഞ്ഞു. ഉപ്പും ചാക്ക് കൊണ്ടു നടക്കുന്ന പോലെ കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടു നടക്കുകയാണ് എന്നൊരു പ്രയോഗം നടത്തി. കണ്ണിയത്തിൽ വിശ്വാസമില്ല, ഞങ്ങൾക്ക് കേസ് കൊടുത്തു, പ്രസിഡന്റും സെക്രട്ടറിയും മാറ്റിയിട്ട്. കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. ജനങ്ങൾ അത് മനസ്സിലാക്കി ഇവരെ അകറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോഴോ മഹാനവറുകൾ മരണപ്പെട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് ഉറൂസ് നടത്താൻ വന്നു. 20 കൊല്ലം കഴിഞ്ഞു. 20 കൊല്ലം കഴിഞ്ഞ് ഉറൂസിന് വന്ന ആളുകളെ ആ പ്രദേശവാസികൾ ശക്തമായി നേരിട്ടു. ആരും ഫോൺ കോൾ ചെയ്ത ആളെ വരുത്തിയതോ പ്രചരണം നടത്തിയതോ പത്രത്തിലൂടെ ആളെ ക്ഷണിച്ചതോ അല്ല. SKSF ആഹ്വാനം ചെയ്തതുമല്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ ആ മക്ബറയിൽ നിന്നുള്ള വിളിയാളം കേട്ടുകൊണ്ട് പലരും ആ ദിവസം അവിടെ എത്തി. ഇവര് കണ്ണിയത്തിന്റെ മക്ബറ കൂട്ട സിയാറത്ത് നടത്തി വലിയ ഉറൂസ് നടത്താൻ പോകുന്നു. 18 കൊല്ലം ഉറൂസ് നടത്തിയ ആൾക്കാർ അവിടെ ഉണ്ട്. ഇത് 19ാമത്തെ ഉറൂസായി. 18 ഉറൂസ് നടത്താത്ത ആളുകൾ 19ാമത്തെ ഉറൂസ് നടത്തുന്നു. അവർ വളരെയധികം ആസൂത്രിതമായി ഇതിനു വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ചോദിച്ചെന്നറിയോ, അവരെ ആ വരവ് തടഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യണം. എന്തിന്? ഇത് ഞങ്ങളുടെ ഉറൂസാണ്. അപ്പൊ ഉറൂസ് എന്ന് പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടാൽ പിന്നെ സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്, വാർഷിക ചടങ്ങാണെന്നൊക്കെ പോലീസുകാർ പഠിച്ചിട്ടുണ്ട്. അവരോട് ചോദിച്ചു ഇത് എത്രാമത്തെ ഉറൂസാ? അദ്ദേഹം മരണപ്പെട്ടത് ഏത് വർഷമാ? 1993 മരിച്ചു, 2013 20 കൊല്ലായി. 18 ഉറൂസ് കഴിഞ്ഞപ്പോ ഇത് 19ാമത്തെ ഉറൂസാ. നിങ്ങൾ 18 ഉറൂസ് നടത്തിയോ? ഇല്ല. അതാരാ നടത്തിയത്? അതിന്റെ കമ്മിറ്റി ഇവിടെ അറിയാം. ഈ വർഷത്തെ ഉറൂസ് അവർ നടത്തിയില്ല? നടത്തി. പിന്നെന്തിനാ 19ാമത്തെ ഉറൂസ് മാത്രം നിങ്ങൾ നടത്താൻ വരുന്നത്? അത് പ്രശ്നം ഉണ്ടാക്കാനല്ലേ? തൽക്കാലം നിങ്ങൾ പിരിഞ്ഞു പോകണമെന്നോ? അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യണമെന്ന്. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങളെ പള്ളിയിൽ നിന്ന് സിയാറത്ത് ചെയ്താൽ മതി. അവിടെ സിയാറത്ത് ചെയ്യാൻ പറ്റുമെന്ന് മൂപ്പർക്ക് അറിയില്ല. നിങ്ങളെ പള്ളിയിൽ പോയി സിയാറത്ത് ചെയ്താൽ മതി. അവരൊരുക്കിയ ഭക്ഷണം പോലും വാങ്ങാൻ ആളില്ലാത്ത വിധം അവർ നിരാശരായി തിരിച്ചു പോകേണ്ടി വന്നു. കാരണം എന്താ? സത്യമില്ല അതിൽ. എന്താണ് അവർ ചെയ്ത പ്രവർത്തനം? കണ്ണിയത്ത് ഉസ്താദിനെ എന്തിനാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പുതിയ പ്രസിഡന്റിനെ വെച്ചത്? കണ്ണിയത്ത് ഉസ്താദ് തെറ്റ് ചെയ്തിരുന്നു എങ്കിൽ കണ്ണിയത്തിനെ നിങ്ങൾ എന്തിനു ഉറൂസ് നടത്തി പിന്നെ ആദരിക്കുന്നു? തെറ്റ് ചെയ്തിട്ടാണ് ഈ മാറ്റിയതെങ്കിൽ പിന്നെ ഉറൂസ് നടത്താൻ പാടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ പിന്നെ എന്തിനാ കണ്ണിയത്ത് ഉസ്താദിനെ പുറത്താക്കിയത്? നിങ്ങൾ 34 ആളെ 6 പേര് കൂടി പുറത്താക്കി എന്ന് പറഞ്ഞ് ധിക്കാരം കാണിക്കല്ലേ ചെയ്തത്? ആലിമീങ്ങളെ ധിക്കരിച്ചുകൊണ്ട് പുറത്തു പോയ നിങ്ങൾ കേരളത്തിലെ ജനസമൂഹത്തിന് ഒരു പുതിയ ധിക്കാര സമീപനം കാണിക്കുകയല്ലേ ചെയ്തത്? അതിന്റെ അവസാനത്തെ പ്രവർത്തനമാണ് സത്യസന്ധതയില്ലായി. ഓരോന്നും നോക്ക് നിങ്ങൾ. കുവൈത്ത് കരാർ മുതൽ 8 റക്അത്ത് തറാവീഹ് നമസ്കാരം മുതൽ സ്ത്രീകളുടെ പള്ളിയിൽ ഖുത്ബ നിർവഹിക്കാൻ പോയത് മുതൽ ഓരോ കാര്യങ്ങളും ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇലക്ഷനിൽ കളിച്ച കളി മുതൽ എല്ലാ പ്രവർത്തനങ്ങളും ഓരോ രാഷ്ട്രീയ നേതാക്കളും ഇലക്ഷൻ വിജയിക്കുമ്പോൾ ഞങ്ങളെ പങ്കുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വാർത്ത കൊടുക്കുകയും ഫോൺ കോൾ ചെയ്യുകയും ചെയ്യുന്ന സമീപനം മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കണ്ണിയത്ത് ഉസ്താദും വരക്കലത്തങ്ങളും ഒക്കെ കൊണ്ടു നടന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പവിത്രതയ്ക്ക് യോജിക്കാത്ത, അതിലുപരി ഒരു മതസംഘടനയ്ക്ക് പോയിട്ട് ഒരു സാധാരണ മനുഷ്യന് പോലും യോജിക്കാത്ത നിരവധി പ്രവർത്തനങ്ങൾ, വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് സാധാരണക്കാർ പറയട്ടെ. അവസാനത്തെ അവസ്ഥ നോക്ക് നിങ്ങൾ. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വരെ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹ മധ്യ കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ പേരിലാണ് കള്ളത്തരം. അതിന്റെ ഗൗരവം ഹദീസിൽ പറയുമ്പോൾ അവന്റെ സീറ്റ് അവൻ എവിടെ ഉറപ്പിക്കണം? അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ റസൂലുള്ളാഹിന്റെ പേരിൽ വ്യാജം പറയാനൊക്കെ അല്പം ഒരു ഭയം വേണ്ട വിശ്വാസിയാണെങ്കിൽ. തെളിഞ്ഞിട്ട് പോലും പരമ്പര കൊണ്ടുവന്ന് വായിക്കുമ്പോൾ മുതൽ കള്ളത്തരമാണ് വായിക്കുന്നത് എന്ന് അവർക്കറിയാം. വളരെ വ്യക്തമായി അറിയാം. പരമ്പര വായിക്കുന്ന സമയത്ത് തന്നെ കള്ളത്തരമാണ് നമ്മൾ കേട്ടതാണ്. പിന്നെ നടന്ന പ്രചരണങ്ങൾ മുഴുവൻ നമ്മൾ കേട്ടില്ലേ? അടിയാധാരം വിദേശത്താണെന്ന് പറയുന്നത് പോലെ ഒളിച്ചോട്ടത്തിന്റെ പുതിയ പുതിയ മുഖങ്ങൾ നമ്മൾ കണ്ടില്ലേ? എന്തിന് ഒരു മതസംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ സാധാരണക്കാർ ചെയ്യുന്നതിനേക്കാൾ തരം താഴ്ന്ന പ്രവർത്തനം ചെയ്യാൻ പോകുന്നു? ആ ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല. ഇപ്പൊ അവരിൽപ്പെട്ട ചില ആളുകൾ അവസാനം പറയുന്നത് ഞാൻ എന്താണെന്നറിയോ? അവസാനം പറയുന്നത് ഞാൻ ചിലർ പറയുന്നത് എന്തായാലും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനോട് ജനങ്ങൾക്ക് സ്നേഹം ജനിപ്പിക്കുവാനും അതുവഴി ജനങ്ങളെ ദീനിലേക്ക് അടുപ്പിക്കുവാനും ഒരു മുടി ഉപകാരപ്പെടുമെങ്കിൽ അതിനെതിരെ ഇത്ര വലിയ ഹാലിളകി കാടിളക്കേണ്ട ആവശ്യം എന്താണ്? അതൊരു ചോദ്യമാണ്. സാധാരണക്കാർ കേൾക്കുമ്പോൾ ഒരു പക്ഷെ അങ്ങനെ ചിന്തിച്ചു എന്ന് വരും. ഒരു മുടി അത് ആരുടേതാവട്ടെ, റസൂലുള്ളാഹിന്റെ പേരിലുള്ള ഹുബ്ബാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ പേരിൽ കുറച്ച് ആളുകൾ ദീനിലേക്ക് വരികയാണെങ്കിലോ നല്ല കാര്യമല്ലേ?
ആണെന്ന് ആരാ പഠിപ്പിച്ചത്? ഏതായി ദീന്? അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനീ പ്രബോധനം നിർവഹിക്കുമ്പോ ശത്രുക്കളായ ആളുകൾ അതിശക്തമായ പ്രതിരോധ വലയം തീർത്തു. ഒരുപാട് ആളുകൾ വിശ്വസിച്ചിട്ടും വളരെ മർക്കട മുഷ്ടിയോടുകൂടി നിൽക്കുന്ന ഒരു സംഘമുണ്ടായി. ആ സംഘത്തിൽപ്പെട്ട പല പ്രമുഖരും വിശ്വസിച്ച ഒരു സന്ദർഭം വന്നു ചരിത്രത്തിൽ. അവർ വിശ്വസിച്ച സന്ദർഭം സൂര്യഗ്രഹണമുണ്ടായ സമയമാണ്. ആ സൂര്യഗ്രഹണം നടന്ന സമയത്ത് നബി തങ്ങളുടെ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച ദിവസമാണ്. ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോൾ സൂര്യഗ്രഹണം ഉണ്ടായി. അവർ ഒരു അന്ധവിശ്വാസത്തിലായിരുന്നു അക്കാലത്ത്. സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുന്നത് ഏതെങ്കിലും മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട ദൈവം ദുഃഖിക്കുമ്പോഴാണ്. ദൈവത്തിന് ദുഃഖം വരുമ്പോൾ ഗ്രഹണം ഉണ്ടാകും. അതാണ് അവരുടെ ഒരു വിശ്വാസം. മുഹമ്മദിന്റെ കുട്ടി മരിച്ചിരിക്കുന്നു, അപ്പൊ ദൈവം ദുഃഖിക്കുന്നു. അപ്പോൾ മുഹമ്മദ് ദൈവവുമായി അത്ര അടുത്ത ആളാണല്ലോ, അപ്പോൾ മുഹമ്മദ് പ്രവാചകൻ തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിനെ നമ്മൾ എതിർക്കാൻ പാടില്ലല്ലോ. അവരെല്ലാവരും കൂടി ആ ദിവസം നബിതങ്ങളെ സമീപിക്കും. നബിതങ്ങളെ സമീപിക്കുമ്പോൾ നബിതങ്ങളെ മുമ്പിൽ വരുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ എന്ത് ചെയ്താൽ മതി? അവര് മുഴുവൻ വിശ്വസിക്കാൻ റെഡിയാണ്. ഒന്നും പറയാതെ മൗനമായിരുന്നാ മതി. നബിതങ്ങൾ മൗനമായിരുന്നാ മതി. നബിതങ്ങൾ ഒന്നും ചെയ്യണ്ടല്ലോ. സെനത് അവർ ചോദിച്ചിട്ടില്ല, അടിയാധാർ അവർ ചോദിച്ചിട്ടില്ല, അവരൊന്നും ചോദിച്ചിട്ടില്ല. ഒന്നും വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തേ വേണ്ടു? നബിതങ്ങൾ കുട്ടി മരിച്ചപ്പോ ഗ്രഹണമുണ്ടായി, അതുകൊണ്ട് നബിതങ്ങൾ പ്രവാചകനാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, കെലിമ ചൊല്ലിത്തന്നെ. വേറൊന്നും അവർക്കില്ല. ഇസ്ലാമിലേക്ക് അവർക്ക് വരണം. എത്ര പേരെ ഇസ്ലാമിന് കിട്ടും? എത്ര ആളുകളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ പറ്റും? അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത പണി എന്താ? പുറത്തിറങ്ങിയിട്ട് അവരോട് പറഞ്ഞു, ഏയ് അന്ധവിശ്വാസം വെച്ചുകൊണ്ട് ഈ ദീനിലേക്ക് വരണ്ട. നിങ്ങളിപ്പോ പൂർണ്ണമായ അന്ധവിശ്വാസത്തിലാണ്. നബിതങ്ങൾ അവർക്ക് ഓതിക്കൊടുത്തു, ഇന്ന ശംസവൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാഹ് ലാ യൻഖസിഫാനി ബിമൗതിൻ വലാ ബിഹയാ. ഒരു വ്യക്തിയുടെ ജനനമോ മരണമോ ആയി ബന്ധമുള്ളതല്ല ഗ്രഹണം. അതുകൊണ്ട് നിങ്ങൾ അത് വെച്ചുകൊണ്ട് വിശ്വസിച്ച് വരണ്ട. പോകാൻ പറഞ്ഞവരോട്. കണ്ടോ, ഒരാളെ ഇസ്ലാമിലേക്ക് കിട്ടാനുള്ള ഏർപ്പാട് നോക്കല്ല ചെയ്തത്, സത്യം നിലനിർത്താൻ നോക്കിയ ആളാണ്. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആ നബിതങ്ങളുടെ മുടിക്ക് ശ്രേഷ്ഠതയുണ്ട്, പക്ഷെ നബിയുടെ മുടി ആകണമെന്നൊരു നിബന്ധനയും കൂടി. അവിടെ നമ്മൾ പറയുന്നത് നമ്മൾ മഹത്വത്തെ നിഷേധിക്കുന്നില്ല, ആധാറുകളെ നിഷേധിക്കുന്നില്ല. നിങ്ങൾ ഈ ആധാറിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അത് ആധാർ തെളിയിച്ചുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? നിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ? വെല്ലൂരിലില്ലേ ഇന്നിന്ന ആളുകളൊക്കെ അത് വിതരണം ചെയ്തിട്ടില്ലേ? അത് വിതരണം ചെയ്ത ആളുകളെയും സൂക്ഷിക്കപ്പെട്ട കേന്ദ്രങ്ങളെയും ജനങ്ങൾ വിശ്വാസ്യതയോടെ കാണുന്നു. ഇത് സംശയമുള്ളവരുടെ കയ്യിലാ. കയ്യിൽ വെച്ച ആളെ സംശയം ഉണ്ടായാൽ പിന്നെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കൂലേ? അത് ഉറപ്പല്ലേ? നിങ്ങളിൽ തന്നെ സംശയക്കാരുണ്ടായില്ലേ? നിങ്ങളിൽ തന്നെ സംശയക്കാരുള്ളത് കൊണ്ടല്ലേ തറക്കല്ലിടുന്നതിന്റെ തലേ ദിവസം വരെ ഫ്ലക്സ് ബോർഡുകളിലും പത്രങ്ങളിലും എല്ലാ മേഖലകളിലും സകല ഫേസ്ബുക്ക് അടക്കമുള്ള സകല സോഷ്യൽ മീഡിയകളിലും ഷഹറെ മുബാറക് മസ്ജിദിന് തറക്കല്ലിടുന്ന പറഞ്ഞാൽ പലവട്ടം ഇത് പറഞ്ഞതാ. ഷഹറെ മുബാറക് മസ്ജിദിന് തറക്കല്ലിടുന്ന പ്രചരിപ്പിച്ചത് ഷഹറെ മുബാറക്. പക്ഷെ തറക്കല്ലിട്ട ദിവസം പേര് മാറ്റിയ എന്താ? ചില പ്രമുഖരായ ആളുകൾ അവസാന നിമിഷം വരെ അവരോട് പറഞ്ഞു, ആ പേരിട്ടാൽ തറക്കല്ലിടൽ ചടങ്ങിന് ഞങ്ങൾ വരില്ല. അതാരാന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അവർ പിന്നെ കോലാഹലം ഉണ്ടാക്കിയതും അവരെ കടക്ക് തീർന്നു പോയത് നമുക്കറിയാലോ. അതൊക്കെ സ്വാഭാവിക. ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. സാമ്പത്തിക പ്രയാസം ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരൊന്നും ഇളകും, അപ്പൊ ഒന്ന് ഒടുക്കും, അതൊക്കെ സ്വാഭാവിക. ചുരുക്കത്തിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അവർ തുറന്നു പറഞ്ഞു ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. വരില്ല എന്ന് പറഞ്ഞപ്പോ അവർ തൽക്കാലം അവസാനമാകുമ്പോഴേക്ക് വരുന്നു കരുതി പിന്നെയും ഷഹറെ മുബാറക്ക് ആവർത്തിച്ചു. പക്ഷെ തറക്കലിന്റെ തലേ ദിവസം അവർക്ക് ഉറപ്പായി വാശി തന്നെയാണ്. തൽക്കാലം പേര് മാറ്റാൻ നിർബന്ധിതമായി. പേരങ്ങോട്ട് മാറ്റി മസ്ജിദുൽ ആഥാർ. ഷഹറും ഇല്ല, മുബാറക്കും ഇല്ല. കാരണം മുടിയെന്നുള്ള പേരുമില്ല, റസൂലുള്ളാഹിന്റെ മുടിയാൻ തോന്നിപ്പിക്കില്ല. മസ്ജിദുൽ ആഥാർ. അപ്പൊ എങ്ങോട്ടും വ്യാഖ്യാനിക്കണം. എന്തിനാ പേര് മാറ്റിയത്? ആ പേര് മാറ്റേണ്ട ആവശ്യം എന്താ? നിയമപരമായി വല്ല പ്രശ്നമുണ്ടോ? നിയമപരമായ പ്രശ്നം ഈ പള്ളിക്ക് പെർമിഷൻ തന്നെ കിട്ടിയിട്ടില്ല. അപ്പൊ നിയമത്തിന്റെ പ്രശ്നമല്ല, പിന്നെന്താ? നിങ്ങൾ തമ്മിലുള്ള കോലാഹലമാണ്. തമ്മിൽ കൊമ്പ് കോർത്തു. നിങ്ങൾ തമ്മിൽ തർക്കിച്ചപ്പോൾ മുടി വ്യാജമാണ് എന്ന് ഒരു കൂട്ടർ ശരിക്കും മനസ്സിലാക്കുകയും നിങ്ങൾക്കത് അംഗീകരിക്കേണ്ടി വരികയും ആ സത്യം പേരുമാറ്റത്തിലൂടെ പുറത്തു വരികയും ചെയ്യും. ഞാൻ അതിനെക്കുറിച്ച് പറയാറുള്ളത്, അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഇദാ തഖാസമൽ ലിസാനി ലഹറൽ മസ്റൂഖ്. രണ്ട് കള്ളന്മാര് തമ്മിൽ തർക്കിച്ചാൽ കട്ട മുതൽ പുറത്തു ചാടുന്ന ഒരു ചൊല്ലുണ്ട് അറബിയിൽ. ഉറപ്പാ. കള്ളന്മാര് രണ്ടാള് കക്കാൻ പോയിട്ട് രണ്ടുപേര് തമ്മിൽ പിന്നെ ഭിന്നിപ്പുണ്ടായാൽ കട്ട മുതൽ വെറുതെ പുറത്തു വരും എന്നതുപോലെ ഇവരെല്ലാം കൂടി വ്യാജമൊഴി പ്രസിദ്ധപ്പെടുത്തി. പക്ഷെ അതിന്റെ ഉള്ളിൽ ആഭ്യന്തരമായി കള്ളന്മാരുണ്ടായി. സ്വാഭാവികമായും ഉള്ളിൽ വ്യാജനുണ്ടായപ്പോ സ്വാഭാവികമായും അത് തിരിച്ചറിഞ്ഞ ആളുകൾ തുറന്നു പറഞ്ഞു. പക്ഷേ ഈ തിരിച്ചറിഞ്ഞ ആളുകൾ പൊതുജന മധ്യത്തിൽ സമ്മതിക്കാൻ തയ്യാറല്ല. ചിലപ്പോൾ ഫോൺ കോളിലൂടെ ഒക്കെ പറഞ്ഞു തന്നു, സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് പൊതുസമൂഹത്തിൽ ചെയ്യാറില്ല. എന്താ കാരണം? സ്വകാര്യമായി സത്യം സമ്മതിക്കുക, പൊതുസമൂഹത്തിൽ നിഷേധിക്കുക, അതിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞൊരു കാപ്പഡ്യം എന്നാ പറയുക. ആ രീതി സ്വീകരിച്ച ആളുകൾ ലോകത്ത്
ഏറ്റവും കൂടുതൽ ഉള്ള ആളുകൾ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അണികളാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ ചരിത്രത്തിൽ അത് കാണാൻ കഴിയും. താരിഖിന്റെ കിതാബ് പഠിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ പലപ്പോഴും അത് സൂചിപ്പിച്ചെങ്കിലും ആവർത്തിക്കും. മുസൈലിമത്തുൽ കദ്ദാബ് പ്രവാചകനാണ് എന്ന് വാദിച്ചപ്പോൾ മുസ്ലിമത്തുൽ കദ്ദാബിന്റെ പിന്നിൽ കുറെ ആളുകളുണ്ട്. സ്വാഭാവികമാണ്. എന്ത് വാദിച്ചാലും അതിന്റെ പിന്നിൽ കുറച്ച് ആളുകൾ കാണുണ്ടാവും. അത് സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനും കുറച്ച് അനുയായികളൊക്കെ ആളുകൾ കൂടിയപ്പോ ആ സമൂഹത്തിൽ, ആ ഗ്രാമത്തിൽ വിവേകം നശിച്ചിട്ടില്ലാത്ത ചില ആൾക്കാരുണ്ട്. അവരെ കൂട്ടത്തിൽ ബഹളം ഉണ്ടാക്കിയ ആൾക്കാരെ പോലെ. അതിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു കബീലയുടെ ഗോത്രത്തലവനോട് ചെന്ന് ചോദിച്ചു, നമ്മളെ കബീലയിലാണ് മുസൈലിമ നബിയാന്ന് പറഞ്ഞിട്ട് അത്ര വിശ്വാസം വരും. കാരണം ഇവന് മുസൈലിമനെ ശരിക്കും അറിയാം. അങ്ങനെയാണോ? മുസൈലിമെ ശരിക്കും അറിയാം. അപ്പൊ ഈ ഇവരുടെ ചില നേതാക്കളെ വ്യക്തമായി അറിയുന്ന ആൾക്കാരാണ് ഇപ്പൊ ജമാഅത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തറിഞ്ഞാണ്ട് വരും. നമ്മളെ നേതാക്കൾ അടുത്തറിഞ്ഞാൽ ആളുകൾ അതിലേക്ക് അണികളായി ചെയ്യണം. അപ്പൊ ചുരുത്ത മുസൈലിമെ ശരിക്കറിയുന്ന കുട്ടി കാരനോട് ചോദിച്ചു, മുസൈലിമെ പ്രവാചകനാക്കി അംഗീകരിക്കുന്ന ആത്മാർത്ഥമായിട്ടാണോ എന്ന് ചോദിച്ചു. താരിഖിന്റെ കിതാബ് എന്റെ വകയൊന്നുമല്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, മോനെ ഈ കുഴപ്പമുണ്ടാക്കുന്നത് വല്ലാഹി അന്ന മുഹമ്മദ് സാദിഖുൻ വ അന്ന മുസൈലിമത്തുൽ കദ്ദാബ്. മുഹമ്മദ് നബി തന്നെയാണ് സത്യപ്രവാചകൻ, മുസൈലിമ കള്ളനാണെന്ന് ഉറപ്പ് തന്നെയാണ്. അതിന് തർക്കം നമുക്കില്ല. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, ഇത്ര വലിയ വിവരം നിങ്ങൾക്കുണ്ടെങ്കിൽ, മുസൈലിമ കള്ളനെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ, പിന്നെ എന്തിനാണ് നിങ്ങൾ മുസൈലിമയുടെ പിന്നാലെ നബിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. നിനക്കെന്താണ് മനസ്സിലാവുക? നിനക്കെന്താ അറിയാം? അയാൾ ശരിക്കും പറഞ്ഞു കൊടുത്ത ആ കുട്ടിയോട് അയാൾ മനോഹരമായിട്ട് പറഞ്ഞു, വലാക്കില്ല കദ്ദാബ റബിയ തഹബു ഇലൈനാ മിൻ സ്വാദിഖി മുളർ. എടാ, അവരുടെ ഗോത്രമായ മുളർ ഗോത്രത്തിൽ ഒരു സത്യപ്രവാചകൻ ഉണ്ടാകുന്നതിനേക്കാൾ നമ്മളെ ഗോത്രത്തിൽ കള്ളനാറ്റെങ്കിലും ഒരു നബി ഉണ്ടാവലല്ലടാ നല്ലത് എന്ന് ചോദിച്ചു. കള്ളമുടിയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ തൊട്ടൊരു മുടി ഉണ്ടാവുന്ന നല്ലതല്ലേ? ഇതാണ് മുസൈലിമത്തുൽ കദ്ദാബിന്റെ വാദം. അല്ലെങ്കിൽ പറ, വേറൊരു വാദം ഉണ്ടെങ്കിൽ പറയാം, മുസൈലിമത്തുൽ കദ്ദാബ് ദീൻ പൊളിച്ചവൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്ക് ശേഷം കളവ് പ്രചരിപ്പിച്ചവന്റെ തലവനാണ്. സമത്വ കേരള ജമിയത്തുൽ ഉലമ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. സയ്യിദ് റഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച അവസാനം ഇമാം മഹ്ദി തങ്ങൾ വരുമ്പോ അതിന് പിന്നിൽ അണിനിരക്കാൻ യോഗ്യതയുള്ള ഒരു തലമുറയെ വാർത്തെടുത്തപ്പോ ആ തലമുറയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കിടയിൽ സമ്പത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടും സ്വാധീനം കാണിച്ചു കൊടുത്തുകൊണ്ടും രാഷ്ട്രീയ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടും വന്നുകൊണ്ട് ജനസമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ട് അടർത്തിയെടുത്ത് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ കടന്നു വന്ന് പള്ളിക്കും മദ്രസക്കും ചുമര് വെച്ച് മഹല്ലത്തുകളിൽ കുഴപ്പമുണ്ടാക്കിയ ആളുകളെ നമ്മൾ വളരെ കരുതലോടെ കാണുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ വരെ വിറ്റഴിക്കാൻ ഇത് ഉപയോഗപ്പെടുത്താൻ അവർക്കൊരു മടിയുണ്ടായി. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇസ്ലാമിന്റെ അടിത്തറയാണ് അവർ മന്തുന്നത്. അല്ലെങ്കിലും കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുലിനെയും എതിർക്കുക, കേരളത്തിലെ ഈ ആദരണീയ പ്രസ്ഥാനത്തെ അപകടപ്പെടുത്തിയിട്ട് ഒരുപാട് മഹല്ലത്തുകളിൽ മദ്രസയിൽ കുഴപ്പമുണ്ടാക്കുക, ഒരു വ്യക്തിക്ക് അത് സാധിക്കുമോ? ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? ഏതൊക്കെ ഫിത്തനകളും കുഴപ്പങ്ങളുമാണ് ഇവരെ കൊണ്ടുണ്ടായത്? രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാ രംഗത്തും ഒരു കുടുംബത്തിൽ തന്നെ ഭിന്നിപ്പ്. എന്തിനധികം ഒരുമയോടെ ഒരുമിച്ച് കോഴിക്കോട് കാവിമാരുടെ കാലഘട്ടം മുതൽ പാണക്കാടിന്റെ പ്രതാപം ഉയർന്നപ്പോൾ പാണക്കാടുമായി ആലോചിച്ചും ശരിക്കും മാസം ഉറപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ മുമ്പിൽ മാസം ഉറപ്പിക്കാൻ ചാടി വീണ് ഈ ഉമ്മത്തിന്റെ നോമ്പും പെരുന്നാളും രണ്ടാക്കിയ കൗമല്ലത്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പള്ളിയിൽ മൂത്രമൊഴിച്ചാളെ വെറുതെ വിടാൻ പറഞ്ഞു. അതേ പ്രവാചകർ പറഞ്ഞ വേറൊരു വാക്ക്, മൻ ഫറക അംറ ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഭിന്നിപ്പ് ആരെങ്കിലും ഉണ്ടാക്കിയാൽ ഫദ്രിബൂഹു ബിസൈഫ്. ഞാൻ അർത്ഥം പറയണില്ല, കായിനമ്മൻ കാനെന്നും കൂടി പറഞ്ഞ ആരാണെങ്കിലും ശരി. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അത്രമാത്രം വലിയ പ്രശ്നമാണ് ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ. സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വലിയ പ്രശ്നമാണ്. ഭിന്നതയാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടം. എത്ര മദ്രസയിൽ ഇന്നും പ്രശ്നമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഈ മഹല്ലത്തിലെ കുഴപ്പമുണ്ടെങ്കിൽ മാത്രമല്ലേ ഇവര് ഏത് സമയത്താണെങ്കിലും എവിടെയാണെങ്കിലും ശരി അത്രയല്ലേ ജോലി. ഏത് സമയത്ത് ഇവരെ പറയും ഞങ്ങളൊരു കുഴപ്പമുണ്ടാക്കിയില്ല, കുഴപ്പത്തിന്റെ തുടക്കം അവരായിരിക്കും. ഒരു ഉദ്ദേശം നാട്ടിൽ വരുമ്പോ അയാൾ നിഷ്പക്ഷനായിരിക്കും. സിറാത്ത് മുസ്തഖീമിന്റെ നടുക്ക് അയാൾ വരും. അങ്ങോട്ടും ഉണ്ടാവില്ല. എന്നിട്ട് ആ ജനങ്ങളെ സ്വാധീനിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെയാണ് പൂർത്തിയാണ് ആ മഹല്ലത്തിൽ ഭിന്നിപ്പിച്ചിട്ടേ. നമുക്കൊരു ആദർശം. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ പലപ്പോഴും നമ്മളൊന്നും ഈ ഇരിക്കുന്ന വേദിയിലും ശാസ്ത്രത്തിലുള്ള ആളുകൾ പട്ടിണി കിടന്നാൽ പോലും അവരെ മദ്രസയിൽ ജോലി ചെയ്യില്ല, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യില്ല. അങ്ങനെ സംഭവമില്ലല്ലോ. നമ്മൾ പോകില്ല അവരെ മദ്രസയിലേക്കോ അവരുടെ സ്ഥാപനത്തിലേക്കോ. പട്ടിണി കിടന്നാൽ പോലും നമ്മൾ ജോലി ചെയ്യാൻ പോകില്ല. നേരെ മറിച്ച് അവരോ അവസരം കിട്ടിയാൽ നമ്മളെ മദ്രസയിൽ പോകും. അതിനൊരു ഫത്വയും കിട്ടിയിട്ടുണ്ടാവില്ല. മൂസാ നബി വളർന്നത് ഫിർഔന്റെ കൊട്ടത്തിലാണ്. എല്ലാറ്റിനും ഫത്വയുണ്ട്. അതൊക്കെ അത് പൊതുവെ ഇവർക്ക് എല്ലാത്തിനും ഒരു മതപരമായ വ്യാഖ്യാനം ഉണ്ടാവും. ഇപ്പൊ മടവൂരിൽ എന്റെ സുഹൃത്തൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മടവൂരിന്റെ തൊട്ടപ്പുറത്ത് അവര് ഒരു ക്യാബിൻ വെച്ച് കെട്ടി അവിടെ പിരിവ് വാങ്ങുന്നുണ്ടല്ലോ. ഇതൊരിക്കൽ മലപ്പുറത്തെ സ്ഥലത്ത് പ്രസംഗിച്ചു. മറുപടി ആയിട്ട് ഒരാൾ വന്നു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മക്കാമിലേക്ക് പ്രവേശനമില്ല. അത് മമ്പറത്താണെങ്കിലും മടവൂരാണെങ്കിലും അതിന്റെ പരിസരത്തൊക്കെ നിന്നിട്ട് പിരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പരിസരത്തെ അവരുണ്ടാവുക, അകത്ത് കയറാൻ പറ്റില്ല, അധികാരം സമത്വക്കാണെന്ന് പറഞ്ഞു. അതിനൊരാൾ മറുപടി പറഞ്ഞെന്താ, ചുറ്റുവട്ടത്ത് ഞങ്ങൾ എന്തെങ്കിലും സംഭവിച്ചല്ലോ, അതാണ് ദീൻ.
അതിനെന്താ തെളിവ്? ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ബാറക്കനാ ഹൗലഹു, ചുറ്റുവട്ടത്താണ് അനുഗ്രഹം എന്നാണ്. തെളിവാണത്. ബാറക്കനാ ഹൗലഹു എന്ന് പറഞ്ഞത് പിരിവിന്റെ ബർക്കത്തല്ല കൂട്ടരെ, അത് അള്ളാഹുവിന്റെ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറകളുള്ളതാണ്. നിങ്ങളാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുവട്ടത്ത് എത്ര പൊട്ടി വെക്കും? അതാ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചൊരു സത്യസന്ധത, ആ സത്യസന്ധത കാണിച്ച് പഠിപ്പിച്ചു കണ്ണീർ. അതെന്നെ പഠിപ്പിച്ചു സമസ്തയുടെ മുഴുവൻ ആലിമീങ്ങളും. ആ ആലിമീങ്ങളും നമ്മുടെ മഹത്തുക്കളും കാണിച്ചൊരു മാർഗം ഇവിടെ ഉണ്ട്. അത് മുറുകെ പിടിച്ച് നമുക്ക് നിൽക്കണം. ആ മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. എനിക്ക് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോടും പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ പൂർവിക പാതയിൽ വളരണം. അതിന് നമ്മുടെ കുട്ടികൾക്ക് വളരെ മനോഹരമായ തെർബിയത്ത് നമ്മൾ കൊടുക്കണം. നമ്മൾ ആരോടും വിദ്വേഷം ഉണ്ടായതുകൊണ്ട് പറയുന്നതല്ല. ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മൾ ഒരുപാട് ആളുകളുടെ സഹിക്കാണ്. കുഞ്ഞാലി വയസ്സിൽ വളരെ മനോഹരമായി ജീവസുറ്റ രീതിയിൽ പ്രസംഗം നടത്തുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൗതുകത്തോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. ആകെ ശരിക്കും സമൂഹത്തിന് ബോധ്യപ്പെടുന്ന വസ്തുതകൾ ഉണ്ടായിട്ടും ഈ സത്യത്തിനെതിരെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? എനിക്ക് പറയുന്നത്, എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ നിരീക്ഷണത്തിന് വേണ്ടി വന്നിട്ടുള്ള ദൂരം കൊണ്ട് വീക്ഷിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നല്ല മനസ്സ് തരട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം നിങ്ങൾ ഒരിക്കലും ദുരഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് പകരം നന്മയിലേക്ക്, ഇനിയും വഷളാകാത്തൊരവസ്ഥയിലേക്ക് സാവധാനം വരാനൊരു മനസ്സ് കാണിക്കണം. അവസാനമായി ഒരു കാര്യം കൂടി പറയുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെ മനസ്സിലാക്കേണ്ടത്, സമസ്ത എന്ന ആലിമീങ്ങളെയും കൂടി നിങ്ങളൊന്ന് കാണണം. കണ്ണിയത്ത് ഉസ്താദ് അവിടെ ഇങ്ങോട്ട് പോകുന്ന അടുത്ത കാലത്ത് നമ്മൾ കണ്ട ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, എന്തൊരു പവിത്രത! ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, ഒരു വിവാദത്തിനും പോകാത്ത സൂഫിയായ മനുഷ്യൻ. വരക്കൽ മുല്ലവായത്തങ്ങളിരുന്ന സീറ്റിലിരിക്കാൻ യോഗ്യരാവരാ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ട കോയക്കുട്ടി മുസ്ലിയാർ മഹാനവരെ നോക്കി ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഒരു നിഷ്കളങ്കനാ മനുഷ്യൻ, യാതൊരു തരം ഭൗതിക ആഡംബരങ്ങളോ സുഖങ്ങളോ ഇല്ലാത്തൊരു മനുഷ്യൻ, ഒരുപാട് കാലം ദിവസം നടത്തിയ സാധു കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യൻ. നോക്കട്ടെ നിങ്ങൾ, ഇന്നും നമ്മുടെ സമൂഹം കാണേണ്ടതാണ്. മാത്രമല്ല അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വക്കല മക്കാമാണ് നമ്മുടെ കേന്ദ്രം. മുല്ലക്കോയത്തങ്ങളാണ് കേരളത്തിൽ സമത്വം ഉണ്ടാക്കിയതെങ്കിൽ, അദ്ദേഹമാണ് സമത്വ അധികാരമിട്ടതെങ്കിൽ, ആ മക്കാം ഒന്ന് ഇന്ന് സമത്വയുടെ കയ്യിലാണ്. രണ്ട്, ഏറെ വിവാദ പുരുഷനായി സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിമർശന വിധേയനായ ശംസുൽ ഉലമ ശൈഖുന അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അത് മതി നമുക്ക് തെളിവ്. ശൈഖുന അടക്കുന്നത് വരക്കലത്തങ്ങളെ കാൽച്ചുവട്ടിലാണ്. ആ വരക്കലത്തങ്ങളെ ദീൻ ഇവിടെ നിലനിർത്താൻ ഈ സംഘമുണ്ടാക്കിയത്. ആ വരക്കലത്തങ്ങളെ കാൽച്ചുവട്ടിൽ ശൈഖുന കിടക്കുന്ന കാലത്തോളം എന്ത് സാമ്പത്തിക വിപ്ലവമോ അതല്ലെങ്കിൽ വ്യാജ പ്രചരണമോ കൊണ്ടുവന്നുകൊണ്ട് ഈ ഉമ്മത്തിലെ സാധുക്കളായ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പാവങ്ങളെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചാൽ, വരക്കൽ മക്കാമിൽ ശൈഖുന കടന്നുറങ്ങുന്ന കാലത്തോളം ഈ ഉമ്മത്ത് അവിടുന്ന് ആർജിച്ച കരുത്തുണ്ടതിനെ തടുത്ത് തകർപ്പണമാക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തിയാണ്. അതിനെ തരിപ്പണമാക്കാൻ നമുക്ക് ആത്മീയ കരുത്ത് കൊണ്ട് കഴിയും. ഒരു കുഴപ്പവും നമ്മൾ ഉണ്ടാക്കണ്ട, ഒരു പ്രശ്നവും നമ്മൾ ഉണ്ടാക്കണ്ട. കായികമായിട്ടോ അല്ലെങ്കിൽ കേവലം വാചികമായിട്ടോ അല്ല നമ്മൾ അതിനെ നേരിടുന്നത്, മറിച്ച് ആത്മീയമായി നമുക്ക് നേരിടാനുള്ള കരുത്ത് ശൈഖുന ശംസുൽ ആ കരുത്ത് നമുക്ക് പകർന്നു തരുന്നുണ്ട്. ആത്മീയമായി നഷ്ടപ്പെട്ട മദ്രസകൾ തിരിച്ചെടുക്കാൻ സ്വപ്നത്തിലൂടെ ഉത്ബോധനം കൊടുത്ത് വക്കീലിനെ കൊണ്ട് കേസ് വാദിപ്പിച്ച ആ മഹാൻ അവിടെ ഉള്ളപ്പോ, ആ മഹാന്റെ മരണം പോലും പടച്ച റബ്ബ് അവസാനത്തെ വാചകം കെലിമ ചൊല്ലി കാണിച്ചു തന്നപ്പോ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. ആ മഹാൻ സത്യത്തിന്റെ പാതയിലായിരുന്നു എന്ന് അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ പാതയിൽ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ പടച്ച റബ്ബ് നമുക്ക് തോന്നിക്ക് നൽകുമാറാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോട് ഇത് സംഘടിപ്പിച്ചവർ ഒത്തുകൂടിയവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.